തുടർന്ന് നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ വിലയേറിയ ഭൃത്യൻ അനേക പാട്ടുകൾ അനേകരെ ആശ്വസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, അനേകരെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട താലന്തുകൾ പാട്ടുരൂപത്തിൽ ദൈവം എനിക്ക് നൽകി. അതിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോരുത്തരും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്മയാണ്. ദൈവം അങ്ങനെ ഒരു നന്മയാക്കി ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി വേർതിരിച്ച ഈ ദൈവദാസന് വേണ്ടി എല്ലാ ദൈവങ്ങളും പ്രാർത്ഥിക്കണം. തന്നെയും തൻ്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണം. ഇന്ന് നമുക്ക് വലിയ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ വളരെ അടുത്തിടപെടാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ടായി. അതിൽ നിന്നെല്ലാം തൻ്റെ ജീവിതവും തൻ്റെ പ്രാർത്ഥനയും തൻ്റെ വിശുദ്ധിയും തൻ്റെ വലിയ തീരുമാനങ്ങളെല്ലാം ഓർത്തിയാൻ ദൈവത്തെ ഒത്തിരി മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ദൈവഭൃത്യനെ എന്നും പകൽ നമുക്ക് ശുശ്രൂഷയ്ക്കായി ദൈവം തന്നല്ലോ. വലിയ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസൻ ബ്ലസ് മേമനെ ശുശ്രൂഷയ്ക്കായി ഞാൻ ക്ഷണിക്കുക. യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത്, അത് മഹാകരുണയോർത്ത് ഞാൻ ഈ ആരംഭ സമയം തന്നെ എല്ലാ പുകഴ്ചയും എല്ലാ ആരാധനയും കർത്താവിന് അർപ്പിക്കുന്നു. ക്രിസ്തുവിൽ എന്നെ വളരെ സ്നേഹിക്കുകയും എൻ്റെ ശുശ്രൂഷയിൽ പ്രാർത്ഥനയാലും ആലോചനയാലും വാക്കുകൾ കൊണ്ടൊക്കെ കൈത്താങ്ങൽ തരികയും ചെയ്യുന്ന പാസ്റ്റർ ജോൺകുട്ടി അങ്കിൾ അവറുകൾ, കുടുംബം, സഭ, അതോടൊപ്പം ഇന്ന് ഈ പകലിൽ എന്നെ ശ്രവിക്കുന്ന വിവിധ ഇടങ്ങളിൽ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഭകളെയും സഭാ അംഗങ്ങളെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. സ്ഥിതി മാറ്റുന്ന ദൈവം അക്കാര്യങ്ങൾ നാം അനുഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്നേഹം ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ഹൃദയം തുറക്കുന്നു. ദൈവസ്നേഹം അതുപോലൊരു അത്ഭുതം നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ സകല മേഖലകളെയും രൂപാന്തരപ്പെടുത്തിയ ആ വലിയ അത്ഭുതത്തിനായിട്ടൊന്ന് നന്ദി പറയാം. അപ്പൊ അങ്ങന്റെ ജീവിതം മാറ്റി, അങ്ങന്റെ ജീവിത ശൈലി മാറ്റി, ഈ ലോകം തരാത്ത മാന്യത അവിടുന്ന് എനിക്ക് തന്നു. അങ്ങന്റെ വ്യസനം മാറ്റി ആ സാക്ഷിയുള്ള എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ കർത്താവിനും നന്ദി പറഞ്ഞു. താങ്ക് യു ജീസസ്. അപ്പൊ നന്ദി. ദൈവസ്നേഹം ഹൃദയം തുറന്ന് നമുക്ക് നന്ദി പറയാം അവിടുത്തെ സ്നേഹത്തിനായി. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ, എന്തു നൽകും പകരമാ തുല്യമാ, ഒന്നുമില്ല നാഥന്, എന്തു നൽകും പകരമാ തുല്യമാ, ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. ഈ ആരാധനയിൽ ക്രൂശിനെ ഒന്ന് കാണാം. അവിടെ നമ്മളെ സ്നേഹിച്ച സ്നേഹം എത്ര വലുത്. ഹല്ലേലൂയ. നമുക്കായി മുൾമുടി അണിഞ്ഞവനെ നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ. എത്ര പാടിയാലും എത്ര വർണ്ണിച്ചാലും അത് മതിയാവുകയില്ല.
എങ്ങനെ മറക്കും നാഥനെ, സ്വന്ത ജീവനേകും ദൈവ കുഞ്ഞാടിന് നന്ദി ചൊല്ലാൻ നാവ് പോരാ. എന്തു നൽകും പകരമാ തുല്യമാ, ഒന്നുമില്ല നാഥന്. എന്തു നൽകും പകരമാ തുല്യമാ, ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. ഇത്രത്തോളം, ഇത്രത്തോളം. അങ്ങനെ ഒരു സാക്ഷ്യമുള്ളവർ അവന് നന്ദി പറഞ്ഞു. ഈ ദൈവശബ്ദം കേൾക്കുന്ന ഈ നിമിഷം വരെയും കണ്ണിൻ മണി പോലെ പൊതിഞ്ഞ് സൂക്ഷിച്ച സ്നേഹത്തിന് നന്ദി. അനർത്ഥം വ്യസനത്തിന് കാരണമാകാതെ പൊതിഞ്ഞ ദൈവസ്നേഹത്തിന് നന്ദി. We worship you, Jesus. ദൈവസ്നേഹം, ദൈവസ്നേഹം, സ്വർഗം കാട്ടിയ അത്ഭുതമേ. മരക്കുരിശിനെ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യ സ്നേഹമേ. എന്തു നൽകും, എന്തു നൽകും പകരവും തുല്യമാ, ഒന്നുമില്ല നാഥന്. എന്തു നൽകും പകരവും തുല്യമാ, ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ, നന്ദിയോടെ അന്ത്യത്തോളം. We worship you, Lord, till our last breath. We want to worship you, Lord, all the days of our life. We give you thanks. നന്ദി പറയുന്നപ്പാ, നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. ഇപ്പോൾ ഭവനങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ ഒന്ന് അധരം തുറന്നു കഴിയുമെങ്കിൽ ഒന്ന് കരങ്ങളൊക്കെ ഒന്ന് തട്ടി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ്. അത് ദൈവസന്നിധിയിൽ ഏറ്റവും പ്രസാദകരമായ ആരാധന അത്രേ. നാം ദൈവസന്നിധിയിൽ വ്യത്യസ്ത ഇടങ്ങളിൽ ഒരു പക്ഷേ വ്യത്യസ്ത ശൈലിയിലൊക്കെ ആരാധിക്കുന്നവരാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിത ശൈലിക്ക് തന്നെ ഒത്തിരി വ്യത്യാസം വന്നു. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജനുവരി മാസത്തിലെയോ ഫെബ്രുവരി മാസത്തിലെയോ ശൈലികളൊന്നുമല്ല ജീവിതത്തിൽ, ജീവിത അനുഭവങ്ങളിൽ. കുഞ്ഞുങ്ങൾ പറയും പഠനത്തിൽ, പഠന ശൈലിയിൽ. ജോലി ചെയ്യുന്നവർ പറയും ജോലി മേഖലകളിൽ, അതിൻ്റെ ശൈലികളിൽ. ഭൗതിക മേഖലകളിൽ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നമ്മൾ പതുക്കെ പതുക്കെ ആ പുതിയ നോംസ് അഡാപ്റ്റ് ചെയ്യുകയും അതിനോടൊത്ത് പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പകലിൽ ദൈവസന്നിധിയിൽ വചനധ്യാനത്തോട്, ഒരു പക്ഷേ വചനത്തിന്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ അടുത്ത് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മറ്റൊരു കാര്യം കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിപ്രധാനമായ മറ്റൊരു നവീകരണം, മറ്റൊരു റിഫോർമേഷൻ നമ്മുടെ ആരാധനയിലും സ്വർഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാം എത്ര പേരത് തിരിച്ചറിയുന്നു എന്നറിയില്ല. അത് തിരിച്ചറിഞ്ഞ് ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത് ഒരല്പം കൂടെ വചനത്തോട് ചേർന്ന്, ദൈവഹൃദയത്തോട് ചേർന്ന് ആരാധനയ്ക്കായി ഒരുക്കപ്പെടുകയും ആ റിഫോർമേഷന് ചെവി കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇന്ന് പകലിലെ ദൂത് നിങ്ങളോടാണ്.
ഈ പകലിലെ ശുശ്രൂഷകളിൽ ഒരു പക്ഷേ ഇന്ന് എത്രമാത്രം ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ ദിവസങ്ങളിൽ കർത്താവ് ഹൃദയത്തിൽ പകരുന്ന ഒരു ചിന്ത വർഷിപ്പ് റിഫോർമേഷൻ, ആരാധനയുടെ നവീകരണം എന്ന ഭാഗത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ആരാധനയിൽ കഴിഞ്ഞ നാളുകളിൽ നാം എല്ലാം റിഫോർമേഷനിലൂടെ കടന്നു വന്നു. ഒരു പക്ഷേ നാം ഇന്ന് ആരാധിക്കുന്ന ആരാധന ശൈലി പോലും അതിന് ഏറ്റവും കൂടുതൽ നാം കടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ തലമുറകളിലേക്കാണ്. സത്യത്തെ തിരിച്ചറിഞ്ഞ് അവരറിഞ്ഞ സത്യം നമ്മളിലേക്ക് പകരപ്പെട്ടപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു 2ാം തലമുറയായി, 3ാം തലമുറയായി, ഒരുപക്ഷെ 4ാം തലമുറയായൊക്കെ ഇന്ന് പകലിൽ നാം പലതും കണ്ടറിഞ്ഞവരാണ്. പക്ഷേ ഇതിന്റെ എവിടെയോ ഒരറ്റത്ത് അനുഭവിച്ചറിഞ്ഞൊരു കൂട്ടമുണ്ടായിരുന്നു. നമുക്കിന്ന് പകലിൽ തീരുമാനിക്കാം, കർത്താവെ കേട്ടറിവിനേക്കാൾ കണ്ടറിവിനേക്കാൾ ഈ ആരാധനയിൽ ഒന്ന് അനുഭവിച്ചടുത്തു വരുവാൻ, അങ്ങേ ഒന്ന് രുചിച്ചറിയുവാൻ. യെസ് ലോർഡ്, അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഐ ബിലീവ് യു ആർ എ പാർട്ട് ഓഫ് ദിസ് റിഫോർമേഷൻ. യു ആൻഡ് മീ ആർ ഇൻവൈറ്റഡ് ഫോർ എ വർഷിപ്പ് റിഫോർമേഷൻ ഇൻ ദിസ് ജനറേഷൻ. ആരാധനയുടെ ഒരു നവീകരണം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന വ്യത്യസ്ത ആരാധന രീതികൾ നമുക്കുണ്ടെങ്കിലും ഗാനങ്ങളും സ്തുതികളും സ്തോത്രങ്ങളും ഒക്കെ നമ്മുടെ ആരാധന ശൈലിയുടെ ഭാഗമാണ്. അല്പം മുമ്പ് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞു, ദൈവസ്നേഹത്തിന്. അതെ, നന്ദി പറയുക. അത് മലയാള ഭാഷയിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്തോത്രമാണ്. യേശുവേ നന്ദി. അവിടുന്ന് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നത് ആരാധനയുടെ പരമപ്രധാനമായ ഭാഗമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരുപക്ഷെ ആരാധന ശൈലിയിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കാം. എഴുതപ്പെട്ട ക്രമങ്ങൾ അനുസരിച്ച് ആരാധിക്കുന്ന രീതികൾ ഉണ്ടായേക്കാം. എഴുതപ്പെടാതെ ആത്മാവിൽ നയിക്കപ്പെടുന്ന ആരാധന രീതികൾ ഉണ്ടാക്കാം. പക്ഷേ ലോകമെമ്പാടും ക്രൈസ്തവ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം താങ്ക്സ് ഗിവിംഗ് തന്നെയാണ്. യെസ്, വി ആർ ഗിവിംഗ് താങ്ക്സ് ബിക്കോസ് അവർ ഗോഡ് ഈസ് ഗുഡ്. നമ്മുടെ ദൈവം നല്ലവനായതുകൊണ്ടാണ് നമ്മൾ നന്ദി അർപ്പിക്കുന്നത്. ഹല്ലേലൂയ. യെസ്, എബ്രായ ഭാഷയിൽ യാദ എന്നൊരു പദമുണ്ട്. കരങ്ങളെ ഉയർത്തിയോ കരങ്ങളെ മലർത്തിയോ ഒക്കെ ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് യാദ. എബ്രായ ഭാഷയിൽ തന്നെ വെറും നന്ദി അർപ്പണത്തിനപ്പുറം ഒരു നന്ദിയുടെ ഒരു ഓഫറിങ്ങുമായിട്ട് ദൈവസന്നിധിയിൽ അടുത്തു വരുന്നതിന് വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. അത് ടൗദ എന്നാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് താങ്ക്സ് ഗിവിംഗ്, ബട്ട് ഇറ്റ്സ് എ താങ്ക്സ് ഓഫറിംഗ്. സങ്കീർത്തനങ്ങൾ 104 നമ്മൾക്കറിയാം, അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തോത്രത്തോടെ, അവിടുത്തെ വാതിലുകളിൽ സ്തോത്രത്തോടെ കടന്നു വരുവാൻ അവിടുത്തെ വചനം നമ്മളെ ക്ഷണിക്കാറുണ്ട്. Enter his gates with thanksgiving. That's not just a word out of our mouth, but the Spirit of the Lord is clear about that. You should come with a thanks offering. ഇന്ന് പകലിലും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ വാഗൊണ്ട്, അധരം കൊണ്ട് നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം ഹൃദയത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാവമുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവസന്നിധിയിൽ പ്രസാദകരമായ സ്തോത്രമാണ്. ഒരല്പം കൂടെ കടന്ന് ദൈവവചനം പറയുന്നു, താങ്ക്സ് ഗിവിംഗ് എന്ന വാക്ക് മാത്രമല്ല, യേശുവേ നന്ദി എന്ന അധരത്തിൽ പറയുമ്പോൾ തന്നെ ഒരല്പം എഫേർട്ട് എടുത്ത് ഒരു ഓഫറിംഗ് ആയി, അത് ശരീരം കൊണ്ടാകട്ടെ, ഭൗതിക മേഖല കൊണ്ടാകട്ടെ, ശുശ്രൂഷയെ സ്നേഹിച്ചാകട്ടെ, ഈ പ്രതിസന്ധിയുടെ നടുവിലും അങ്ങനെ ഒന്ന് കരയേറ്റുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് സ്വർഗം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അനുഭവം തന്നെയാണ്. താങ്ക്സ് ഗിവിംഗ് ബിക്കോസ് ഹി ഈസ് ഗുഡ്. In our worship, the next part is most of the time we praise him. നമ്മൾ സ്തുതിക്കുന്നവരാണ്. നമ്മൾ സ്തുതിക്കുന്നത് നമ്മുടെ ദൈവം വലിയവനായതുകൊണ്ടാണ്. We praise him because our God is great. ആ വ്യത്യാസം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Again, എബ്രായ ഭാഷയിൽ സ്തുതിയെ കുറിക്കുന്ന ഒത്തിരി പദങ്ങളുണ്ട്. ഹലാൽ എന്ന പദം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഉടുപ്പൊടയാതെ, ശരീരം അനങ്ങാതെ, കൈകെട്ടിയിരുന്ന് ഉള്ളൊരു സ്തുതിയല്ല, മറിച്ച് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, അവിടുത്തെ മഹത്വത്തെ ഓർത്ത്, അവിടുന്ന് വലിയവനാണെന്നോർത്ത്, ഒരു പരിധിവരെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സകല പിടിയും വിട്ട് ഒരു ക്രേസി എക്സ്റ്റോവൻ പ്രൈസിനെയാണ് ഹലാൽ എന്ന പദം ഉപയോഗിക്കുന്നത്. പരിസരം മറന്ന് ദൈവസന്നിധിയിൽ അങ്ങനെ സ്തുതിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, അത് വചനപ്രകാരമുള്ള സ്തുതി തന്നെയാണ്. സ്തുതിയെ കുറിക്കുന്ന മറ്റൊരു ഭാഗം എബ്രായ ഭാഷയിൽ കുറിക്കപ്പെട്ടിരിക്കുന്നത് ഷബാക്ക് എന്ന പദമാണ്. അത് ഒരു എക്സൈറ്റ്മെന്റ് മാത്രമല്ല, അവിടെ ഉച്ചത്തിലുള്ള ശബ്ദം കൂടെയുണ്ട്. ലൗഡ് പ്രൈസ്,
ചിലരൊക്കെ അത്ഭുതത്തോടെ ചോദിക്കാറുണ്ട്, എന്താ നിങ്ങളുടെ പാട്ടിന് ഇത്ര ആവേശം? ഉണ്ട്. നമ്മുടെ ദൈവം വലിയവനാണെന്ന് തിരിച്ചറിയുമ്പോൾ തൊണ്ട പൊട്ടുമാറ് സകല ശക്തിയും ഉപയോഗിച്ച് അങ്ങനെ സ്തുതിക്കുന്ന ദൈവമക്കളെ, ഈ പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. സ്തുതിയെ കുറിക്കുന്ന മറ്റൊരു അനുഗ്രഹീത വാക്കുണ്ട് എബ്രായ ഭാഷയിൽ, ടെഹില. അത് സ്തുതി എന്ന പദം മാത്രമല്ല, സ്തുതിയുടെ ഗാനം. ഇറ്റ്സ് അബൌട്ട് സോങ് ഓഫ് പ്രൈസ്. ടെഹില, അത് നമ്മുടെ ദൈവത്തിന് ഇഷ്ടമാണ്. സങ്കീർത്തന ഭാഗങ്ങളിൽ നോക്കിയാൽ മിക്കപ്പോഴും പറയാറുണ്ട്, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ. സ്തുതി വാക്കുകൊണ്ട് പറയാം നമ്മുടെ ദൈവം വലിയവനാണെന്ന്. പക്ഷേ അതിനേക്കാൾ ഉപരി സ്വർഗം എന്തുകൊണ്ടോ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു. ഞാൻ പറയുന്നത് പാട്ടിന്റെ മധുരത്തെ കുറിച്ചല്ല. പ്രായമുള്ള മാതാവേ, നിന്റെ ശബ്ദം ഇടറിയതായിരിക്കാം. ഒരു പക്ഷെ കുഞ്ഞെ, നീ പറയും നിനക്ക് വലിയ താളബോധമൊന്നും ഇല്ലെന്ന്. പക്ഷെ നീ ഹൃദയം കൊണ്ട് പാടുമ്പോൾ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അവിടെയാണ് തെഹില എന്ന പദം, സോങ് ഓഫ് പ്രൈസ്. ഹല്ലേലൂയ. സ്തുതിയും നന്ദി കരേറ്റിലും. I already told you, thanksgiving is because our God is good. Praise is because our God is great. പക്ഷെ ഈ സ്തുതിയുടെയും നന്ദി കരേറ്റലിനും അപ്പുറം ആത്മാവിൽ നമ്മളെ കർത്താവ് നയിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉണ്ട്. അതത്രേ വർഷിപ്പ്. ഒരു പക്ഷേ വാതിൽ കടന്ന് സ്തോത്രത്തോടെ ആയിരിക്കാം, പ്രാകാരത്തിൽ കയറിയത് സ്തുതിയോടെ ആയിരിക്കാം. പക്ഷെ അതിനപ്പുറം ഒരു വിശുദ്ധ മന്ദിരത്തിലേക്ക്, ഏറ്റവും അതിപ്രധാനമായ ഒരു ഭാഗത്തേക്ക് കടന്നു ചെല്ലേണ്ട ഒരു ഭാഗമുണ്ട്. അതത്രേ വർഷിപ്പ്. ഒരു ദൈവഭക്തൻ ഇങ്ങനെ പറഞ്ഞു, we worship him because our God is holy. നല്ലവനായതുകൊണ്ട് സ്തോത്രം ചെയ്തു, വലിയവനായതുകൊണ്ട് സ്തുതി കരേറ്റി. പക്ഷേ നമ്മുടെ ദൈവം പരിശുദ്ധനായതുകൊണ്ട് നാം അവനെ ആരാധിക്കുന്നു. അവന് തുല്യം പറയാൻ ആരുമില്ലാത്തത് കൊണ്ട് നാം അവനെ ആരാധിക്കുന്നു. ഇന്ന് പകലിലും ആരാധനയ്ക്ക് ഏറെ കാരണങ്ങളൊന്നും തപ്പണ്ട. ഒറ്റ കാരണമേ ഉള്ളൂ, അത് നമ്മുടെ ദൈവം യോഗ്യനാണ് എന്നത് തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എത്ര പേര് അങ്ങനെ തിരിച്ചറിയുന്നു? യെസ്, ഹല്ലേലൂയ. ഒരു പക്ഷേ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അവിടുത്തെ സ്നേഹവും കരുതലും അനുഭവിച്ചിട്ടുണ്ടാകാം, സൗഖ്യം അനുഭവിച്ചിട്ടുണ്ടാകാം, വിടുതലുകൾ അനുഭവിച്ചിട്ടുണ്ടാകാം, അവിടുന്ന് വ്യസനത്തെ മാറ്റി എഴുതിയിട്ടുണ്ടാകാം, സ്ഥിതിയെ മാറ്റിയിട്ടുണ്ടാകാം. അതെല്ലാം നന്ദിയായി, സ്തുതിയായി വെളിപ്പെടുമ്പോൾ ഇന്ന് പകലിൽ മനസ്സിലാക്കുക, അതിന്റെ അങ്ങേ തലക്കൽ ആത്മാവിൽ നമ്മളെ നയിക്കുന്നത് യോഗ്യനായ ദൈവത്തെ, അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം അർപ്പിച്ച് വണങ്ങി ആരാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആരാധന. ആരാധനയെ കുറിക്കുന്ന ഒരു എബ്രായ പദമുണ്ട്. അത് ഷഖ എന്നുള്ളതാണ്, പൊതുവായൊരു പദം. പക്ഷേ ബറാക്ക് എന്നൊരു പദം കൂടെ എബ്രായ ഭാഷയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി എഴുതിയിരിക്കുന്നു. That describes worship, to kneel before God in humble submission. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക എന്ന് 95-ാം സങ്കീർത്തനം 6-ാം ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത് അതത്രേ. ഗ്രീക്ക് ഭാഷയിൽ മറ്റൊരു വാക്കുകൂടെ അവിടെ ഉണ്ട്, പ്രോസ്ക്യുനിയോ, വണങ്ങി നമസ്കരിക്കുക. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള വാക്കുകൾ എടുക്കാറില്ല, പക്ഷേ ഇത് വിവരിക്കണമെങ്കിൽ ഇതിന്റെ റൂട്ട് വേർഡ് ഉണ്ടെങ്കിൽ മതിയാവുകയുള്ളൂ. കാരണം ഇല്ലെങ്കിൽ മലയാള പരിഭാഷയിൽ നമുക്ക് അധികം വാക്കുകളില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സകലമാന അർത്ഥങ്ങളെയും കവർ ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ആരാധനയിൽ ഇനിയും നാം എക്സ്പ്ലോർ ചെയ്യുവാൻ, ഇനിയും നാം വർദ്ധിക്കുവാൻ, ഉയർന്നു വരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. പ്രോസ്കുനിയ എന്ന പദം ഒരു രാജാവിന്റെ മുമ്പിൽ മുട്ടുമടക്കി അവിടുത്തെ പാദത്തിലോ കരങ്ങളിലോ ചുംബിക്കുന്ന ഒരു അനുഭവമാണ്. ആരൊക്കെയോ പറയുന്നു, മോനെ ഞാൻ ഹൃദയം കൊണ്ട് ആരാധിക്കുന്നവനാണ്, ഞാനിങ്ങനെ കസേരയിൽ ഇരുന്നാലും ഞാൻ ആരാധിക്കുന്നവനാണ്, എനിക്കിങ്ങനെ കൈകൊട്ടി ആരാധിക്കുന്നതിനോടോ ശബ്ദം ഉണ്ടാക്കുന്നതിനോടോ ഒന്നും താല്പര്യമില്ല. ശരിയായിരിക്കാം, നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നു, സ്വർഗം അത് അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഞാൻ നിശ്ചയമായിട്ടും പറയാം, ആരാധനയ്ക്കൊരു ശരീര ഭാഷയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം, there is a body language in worship. ഒഴിവ് കഴിവുകൾ പറയാം, മാറി നിൽക്കാം, പക്ഷേ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ശീലിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് രാജാവാണെങ്കിൽ, നാം അവിടുത്തെ ജനമാണെങ്കിൽ നാം മുട്ടുമടക്കണം. ഹല്ലേലൂയ. മോനെ മോളെ, അപ്പനും അമ്മയും പറഞ്ഞോണ്ടല്ല, ഇന്ന് പകലിൽ ദൈവശബ്ദം കേട്ടുകൊള്ളുക. നീ അവിടുത്തെ പുത്രനും പുത്രിയുമായി, മക്കളായി, അവകാശികളായി, രാജകീയ പുരോഹിത വർഗമായി അവിടുന്ന് നമ്മളെ നിർത്തിയിരിക്കുന്നത് ലോകത്തെ കാണിക്കാനുള്ള ആരാധനയല്ലത്, മറിച്ച് ഞാൻ നിൽക്കുന്നത്, ഞാൻ മുട്ടുകുത്തുന്നത് എന്റെ പിതാവിന്റെ സന്നിധിയിലാണെന്നുള്ളൊരു ഉറപ്പ് വരുമ്പോൾ നാം മുട്ടുകുത്തും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ വിശ്വസിക്കുന്നു ജീവിതത്തിന്റെ
എന്നെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ ആരംഭത്തിൽ ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ ഇത് ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഒരു റിഫോർമേഷനിലൂടെ കർത്താവ് ഇതിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. എവിടൊക്കെയോ നമ്മളുടെ കയ്യിൽ നിന്ന് ആരാധനയുടെ നവ്യ അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പാട്ടുണ്ട്, സ്തുതിയുണ്ട്, വാക്കുകൊണ്ട് നന്ദി കരേറ്റലുണ്ട്. പക്ഷേ ഇന്ന് പകലിൽ ഒന്ന് മനസ്സുകൊണ്ട് കൊതിച്ച്, കർത്താവേ, ഈ ഭൂമിയിൽ അങ്ങ് എനിക്കൊരു ആയുസ്, അതങ്ങേ അങ്ങ് ആഗ്രഹിക്കുന്ന അളവിൽ ആരാധിക്കുവാൻ, മഹത്വമായി തീരുവാൻ എന്റെ ജീവിതത്തിൽ അങ്ങ് എനിക്കൊരു ഭാഗ്യം ഒരുക്കണമേ. തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. കാരണം നമ്മൾ ഈ വാക്കുകളെ റൂട്ട് വേർഡ് എന്ന് വിളിച്ച് അതിന്റെ അർത്ഥങ്ങൾ തിരഞ്ഞതുപോലെ ആരാധനയുടെ യഥാർത്ഥ മാനം തിരിച്ചറിയണമെങ്കിൽ നമുക്ക് വചനത്തിലേക്ക് മടങ്ങിപ്പോയെങ്കിലേ പറ്റുകയുള്ളൂ. കാരണം എഴുതപ്പെട്ട തിരുവെഴുത്തുകൾക്കുള്ളിൽ സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച ഭക്തന്മാർ ഒരു പുറം മുതൽ അങ്ങേ തറം വരെയും cover to cover, Bible gives us more like a genealogy of worshippers. I mean true worshippers. പലപ്പോഴും ആ ഒരു ഭാഗത്തെ, ആ ഒരു ചിന്തയോടെ വചനത്തെ നോക്കിയപ്പോൾ എനിക്ക് ഏറെ സന്തോഷം തോന്നി. മറ്റൊന്നിലുമല്ല, ഈ മണ്ണിൽ, ഈ ഭൂമിയിൽ നാളിതുവരെ, നൂറ്റാണ്ടുകൾ ഇതുവരെ, തലമുറകൾ പലത് കഴിഞ്ഞപ്പോഴും സ്വർഗം അവിടിവിടങ്ങളായി ആരാധനയുടെ ദീപം കെട്ടുപോകാതെ സത്യത്തിൽ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ എല്ലാ തലമുറയിലും വേർതിരിച്ചു. Yes, it's amazing to see in all these years God has kept the light of true worship ignited on planet Earth in all these generations through his chosen people. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇരുള് നിറഞ്ഞൊരു കാലമുണ്ട് ഇടയ്ക്കൊക്കെ. പക്ഷെ അവിടെങ്ങും ഈ ദീപം കെട്ടുപോകാതെ ഈ ബാറ്റൺ കർത്താവ് കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നു. ഈ പുതപ്പ്, the mantle of worship was handed over from generation to generation. അതുകൊണ്ട് തന്നെ ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുക, the genealogy of true worshippers. ആരാധനകരുടെ, സത്യത്തിൽ ആരാധിച്ചവരുടെ ഒരു വംശാവലി തിരുവചനത്തിൽ അവിടെ എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. നാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിക്ക് കൂടെ ഒരു ചരിത്രം പറയാനുണ്ട്. സ്വർഗമണ്ഡലങ്ങളിൽ ആരാധന സ്വീകരിച്ചിരുന്ന ദൈവം തന്റെ വാക്കുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് ഭൂമിയെ, ആകാശമണ്ഡലങ്ങളെ സൃഷ്ടിച്ചൊരുക്കിയപ്പോൾ ഇന്ന് പകലിൽ നമുക്കറിയാം, ആകാശം ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ ദൈവം ക്രിയേറ്റ് ചെയ്ത ഗ്രഹമത്രേ ഭൂമി, ആകാശം, ഗ്രഹങ്ങൾ, മുഴുപ്രപഞ്ചങ്ങളും. പക്ഷെ നമുക്കറിയാം, പാഴായും ശൂന്യവുമായും തീർന്ന ഒരവസ്ഥ ഭൂമിക്കുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ earth became, or earth was formless and void. സങ്കടകരമായ ഒരു ചിത്രം, ഇരുട്ട് നിറഞ്ഞ ചിത്രം. പക്ഷെ ഞാൻ ഇങ്ങനെയാ മനസ്സിലാക്കുന്ന, ഇരുട്ട് നിറഞ്ഞപ്പോഴും ശൂന്യമായപ്പോഴും ദൈവം ഈ ഭൂമിയെ കൈവിട്ടില്ല. ഹല്ലേലൂയ. ഒരു സമയത്തേക്ക് ഇരുട്ട് മൂടിക്കടന്നപ്പോഴും തന്റെ ആത്മാവിനെ കൊണ്ട് പൊതിഞ്ഞെടുത്ത ദൈവം ഇതേ ഭൂമിയെ സത്യ ആരാധകരുടെ കേന്ദ്രമാക്കി തീർക്കുവാൻ അതിമനോഹരമായി സൃഷ്ടിച്ചൊരുക്കി. ഹല്ലേലൂയ. Even though there was darkness, there was a lot of confusion moving over, but the Spirit of the Lord was hovering over it and protected this planet for a new beginning. Deep beneath the thick cloud of darkness and waters, a handful of soil, dust, was waiting in this ground for a touch from heaven and a breath of life to bring out the masterpiece of his glory. ദൈവം മഹത്വത്തെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പിടി മണ്ണ് ഈ ഇരുട്ടിൽ എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതത്രേ മനുഷ്യനിലൂടെ, നമ്മിലൂടെ വെളിപ്പെട്ടത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലായി? ഞാൻ ഇത് പറഞ്ഞതിന്റെ ഒരു കാരണമുണ്ട്. ഒന്ന് പാഴായി പോയാൽ, ഒന്ന് ശൂന്യമായി പോയാൽ മറ്റൊന്നിനെ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ സ്വഭാവം. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ ഈ ഭൂമിയുടെ ചരിത്രം കൊണ്ട് തന്നെ ഓർപ്പിക്കുകയാണ്, ഇല്ല, ഒരു വേള പാഴായി പോയെങ്കിലും ദൈവ കരങ്ങളിൽ അവൈലബിൾ ആയി, അവിടുത്തെ ആത്മാവിൽ പൊതിയപ്പെട്ടവനായി സൂക്ഷിക്കപ്പെടുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിലും ചിലരോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. ഹല്ലേലൂയ. നിന്നെ വാഗ്ദത്തം ചെയ്ത് വിളിച്ചിറക്കിയ ദൈവം, ഹല്ലേലൂയ, ദിവസങ്ങൾ ഒരല്പം അടഞ്ഞിരുന്നാലും ഞാൻ വിശ്വസിക്കുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ അതേ കർത്താവ്
നിന്നെയും പുറത്തിറക്കുന്ന ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. This message is for the true worshippers. As you wait upon the Lord, I believe just like the earth was recreated for the glory of God, you will also come out to declare the glory of God. ദൈവ മഹത്വത്തെ വിളിച്ചു പറയുന്ന സത്യ ആരാധകരായി നമ്മളെയും ദൈവം പുറത്തെടുക്കും. നോക്കിക്കേ, ഈ മണ്ണിൽ ദൈവ ഹൃദയത്തെ ചലിപ്പിച്ച ആദ്യത്തെ വർഷിപ്പ് വചനത്താളുകളിൽ എഴുതിയിരിക്കുന്നത് ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു എന്നാണ്. യെസ്, even though Adam was called the son of God, his son Abel had the privilege to be testified the Lord in offering with a better sacrifice. It's written in Hebrews chapter 11 verse 4 also. ഉൽപ്പത്തി പുസ്തകത്തിലും അതോടൊപ്പം എബ്രായ ലേഖനത്തിലും ഒരുപോലെ പറഞ്ഞിരിക്കുന്നു, വിശ്വാസത്താൽ ഹാബേൽ കയ്യിന്റെ യാഗത്തെക്കാളും ഉത്തമമായ യാഗം കഴിച്ചു. ഹല്ലേലൂയ. അവിടെ ഓർക്കണം, എഴുതപ്പെട്ട നിയമങ്ങളില്ല, ചട്ടങ്ങളില്ല, എങ്ങനെ യാഗം കഴിക്കണമെന്ന് ദൈവം പറഞ്ഞില്ല. പക്ഷെ ഹാബേലിനൊരു ഉറപ്പുണ്ടായിരുന്നു. തന്റെ മാതാപിതാക്കളെ അവർ പാപത്തിൽ വീണുപോയപ്പോൾ അവരുടെ നഗ്നതയെ തോൽ കൊണ്ട്, യെസ്, രക്തം ചൊരിഞ്ഞ തോൽ കൊണ്ട് അവരെ ഉടുപ്പിച്ച ഒരു പിതാവ് ഉയരത്തിലുണ്ട്. ഹല്ലേലൂയ. ഒരു പക്ഷേ ഹാബേലിന് അവന്റെ അപ്പൻ ആരാധനയുടെ മാതൃക കാട്ടിക്കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ അവന് തിരിച്ചറിയാൻ, അവന് കൺവിക്ഷനായി, വിശ്വാസത്താൽ, അതത്ര എബ്രായ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം, ആ കൺവിക്ഷനിൽ അവൻ ആരാധിച്ചു. ഈ ജിനിയോളജിയുടെ ഒന്നാം തലയ്ക്കിൽ നിൽക്കുന്ന ഹാബേൽ നമ്മളോട് പറയുകയാണ്, വിശ്വാസം കൂടാതെ ആരാധിക്കുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നല്ല ആരാധനയായിരുന്നു, സ്വർഗം പ്രസാദിച്ചു. പക്ഷേ നമ്മൾ ഉടനെ കാണുന്നത് ഒരു അപ്രീസിയേഷനോ മാന്യതയൊന്നുമല്ല. അവനെ കാത്തിരുന്നത് തന്റെ സഹോദരന്റെ കോപമാണ്. ഹല്ലേലൂയ. Out of anger, Cain took his life. But we know that his reward was not in earth but in heaven. And we find that through faith, though he is dead, he still speaks. And we all know that his worship still resonates. നോക്കിക്കേ, കാലങ്ങൾക്കപ്പുറം ഒരുവൻ ആരാധന കഴിച്ചു. പക്ഷെ സ്വർഗം പറയുന്നു അവന്റെ ആരാധന അന്ന് തീർന്നു. പക്ഷേ ആ ശബ്ദം ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ചില ദൈവമക്കളുടെ ആരാധനയുടെ പ്രത്യേകതയെ ഞാൻ പറയുന്നത്, ഇന്ന് പകലിൽ നീ നിന്റെ കുടുംബത്തിൽ ഏകനായിട്ടായിരിക്കാം ആരാധിക്കുന്നത്. പക്ഷെ തലമുറ കഴിഞ്ഞാലും ഈ ആരാധനയുടെ ശബ്ദം ഹല്ലേലൂയ മുഴങ്ങിക്കൊണ്ടിരിക്കും. വിശ്വാസത്താൽ ഹാബേലിന്റെ ആ വാക്കുകൾ ഇന്നും മുഴങ്ങുന്നു. ആരാധന നിൽക്കുകയല്ല. ഉടനെ ഒരു റിസൾട്ടോ റിവാർഡോ കിട്ടിയില്ല, മരണമാ കാത്തിരുന്ന. പക്ഷേ അടുത്ത തലമുറയിൽ ഏനോഷിനെ ദൈവം ഉയർപ്പിച്ച് എഴുന്നേൽപ്പിച്ച് ആ സത്യ ആരാധനയുടെ വംശാവലിയെ ദൈവം തുടർന്നുകൊണ്ടിരുന്നു. കേൾക്കണേ, here is a word for you. You are unique and your worship is unique. If you look around for a best available model in worship, you may divert it from the real attention. But just like Abel did, you are called out to worship in faith. സാഹചര്യങ്ങളെ നോക്കിയല്ല, മാതൃകകളെ നോക്കിയല്ല, ഒരുപക്ഷെ കുടുംബത്തെയോ പാരമ്പര്യത്തെ നോക്കിയല്ല. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് വിശ്വാസത്താൽ ആരാധിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. But be strong. As the time passes by, people around you will acknowledge, and even the next generation will follow you, just like Enosh was there right after Abel. Hallelujah. തുടർന്ന് വംശാവലി തുടർന്നുകൊണ്ടിരിക്കുക. ഏനോഷിന് ശേഷം പിന്നീട് നാം കാണുന്ന ഒരു സത്യ ആരാധകനുണ്ട്. അവന്റെ പേര് ഹാനോക്ക് എന്നാണ്. നമുക്ക് അദ്ദേഹത്തെ വിളിക്കാൻ ഒരു ലൈഫ് സ്റ്റൈൽ വർഷിപ്പർ എന്ന പേര് ഏറ്റവും യോഗ്യമാണ്. കാരണം ഹാനോക്കിന്റെ ജീവിതത്തിൽ യാഗമോ പാട്ടോ മറ്റൊന്നും കാണുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, അവൻ ദൈവത്തോട് കൂടെ നടന്നു. During his lifespan of 365 years, he was a lifestyle worshipper and he walked with God. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ ആ ആരാധന നാം കാണുകയാണ്. വാക്കുകളില്ല, ഭാഷണങ്ങളില്ല, ശബ്ദം കേൾക്കുവാനുമില്ല. പക്ഷേ ഹാനോക്ക് ഒരു കാര്യം ചെയ്തു, അവൻ കൂടെ നടന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 11:5 പറയുന്നത് പോലെ ആ ഫെലോഷിപ്പിൽ സ്വർഗം പ്രസാദിച്ചു.
സ്വർഗത്തിന് ഇഷ്ടപ്പെട്ടു ഈ വർഷിപ്പ്. ഉടനെ തന്നെ ഞാൻ വിചാരിക്കുന്നത് ആ ഇഷ്ടത്തിന്റെ പുറകിൽ ഒരു പ്രൊമോഷനും കിട്ടി. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പല പ്രൊമോഷനുകളും കാണാറുണ്ട്. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ട്രാൻസ്ഫർ വിത്ത് ഡീ പ്രൊമോഷൻ ഈ മണ്ണിൽ കാണാറുണ്ട്. പക്ഷെ ഇവിടെ ഹാനോക്കിനെ നോക്കി, അവനൊരു പ്രൊമോഷൻ കിട്ടി വിത്ത് ട്രാൻസ്ഫർ. അവന്റെ അഡ്രസ് പിന്നെ ഭൂമിയിലല്ലായിരുന്നു, സ്വർഗത്തിലായിരുന്നു. യെസ്, ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവ പൈതലെ, ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു ജീവിത ശൈലി ഉണ്ടെങ്കിൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഹാനോക്കിനെ കുറിച്ചൊരു മറ്റൊരു ഭാഗം കൂടെ വചനം, പ്രത്യേകിച്ച് യൂദയുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ഹാനോക്ക് ഒരു സാധാരണ വർഷിപ്പർ അല്ലായിരുന്നു, വെറുതെ കൂടെ നടക്കുകയല്ലായിരുന്നു, അവൻ ഒരു ദർശകനായിരുന്നു. ദൈവത്തോട് കൂടെ നടന്നാൽ നിന്നിൽ നിന്ന് പ്രവചന ശബ്ദങ്ങൾ പുറത്തു വരും. ഹല്ലേലൂയ. ഹാനോക്ക് ആ തലമുറയിലെ കുറിച്ചു വെച്ചു. യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങളിൽ അവിടുത്തെ പ്രവചനത്തെ കുറിച്ച് എഴുതിയിരിക്കുക. കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച്, വിശുദ്ധന്മാരോട് കൂടെയുള്ള ആ വരവിനെ കുറിച്ച്, ജഡ്ജ്മെന്റിനെ കുറിച്ച് ആ തലമുറയിൽ പ്രവചിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ആ ഇന്റിമസി, ആ ഫെലോഷിപ്പ് എത്ര സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ ഒന്ന് വർഷിപ്പ് ചെയ്യാമോ? ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ആരാധനയിൽ ആത്മകണ്ണുകൾ തുറന്നിരിക്കും. ഹല്ലേലൂയ. ഹാനോക്ക് എടുക്കപ്പെട്ടു. പക്ഷെ തന്റെ കൊച്ചുമകൻ, the great grandson of Enoch, his name is Noah, he followed the footsteps of that great grandpa. And we find that Noah exactly followed the footsteps of Enoch, and it's written in chapter 6 verse 9 that Noah walked with God. നോഹയെ കുറിച്ച്, അപ്പച്ചനെ കുറിച്ച് എഴുതി അതേ വാക്കുകൾ സ്വർഗം എഴുതി വെച്ചു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ആരാധന ശൈലി, നിങ്ങൾ കുടുംബത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആരാധനയുടെ കൾച്ചർ, അതൊരു കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. ഞാൻ വിശ്വസിക്കുന്നത് തലമുറകളിലേക്ക് പകരപ്പെടുന്ന, നിന്റെ ചുറ്റുമുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ആരാധന ശൈലി ഇന്ന് പകലിൽ സ്വർഗം നമ്മൾ പകരപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. തലമുറയ്ക്ക് വേണ്ടി എന്താ കരുതിയത്? ആരൊക്കെ പറയുന്നു, മോനെ ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ ഒന്നും കരുതിയിട്ടില്ല, കയ്യിലുള്ളതെല്ലാം നഷ്ടമാകുന്നത് പോലെ, ചോന്നൊലിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? പക്ഷെ ദൈവ പൈതലെ, ധൈര്യപ്പെട്. കള്ളൻ കവർന്നുകൊണ്ട് പോകാൻ പറ്റാത്തത്, പുഴുവിന് അരിക്കാൻ പറ്റാത്തത്, ഒരു രോഗത്തിന് കവർന്നുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സമ്പത്ത് നീ നേടിയിട്ടുണ്ട്. അത് നിന്റെ ആത്മീയ ജീവിതമാണ്, അത് നിന്റെ ക്രിസ്തുവിനോടുള്ള ബന്ധമാണ്. ഒരു തലമുറ കഴിഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നു, തലമുറയോളം വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നീ പിൻപറ്റുന്നതെങ്കിൽ, തലമുറ ഒന്ന് കഴിയുമ്പോൾ സ്വർഗം പറയും, നിന്റെ കൊച്ചുമകനും നിന്റെ മകനും, യെസ്, ചിലർ അതൊന്ന് വിശ്വസിച്ചേ, ഹല്ലേലൂയ, അവരും ദൈവത്തോട് കൂടെ നടക്കുന്നു. ഇതൊരു വേദ പഠനത്തിനപ്പുറം ഇതിനകത്തുള്ള ദൂതുകൾ ഹൃദയങ്ങളെ ചലിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ആ നടപ്പൊരു ആരാധനയായിരുന്നു. അതുകൊണ്ട് സ്വർഗം അവനെ കണ്ടെത്തി നിഷ്കളങ്കനായി. ആ തലമുറയിൽ നീതിമാനായി സ്വർഗം അവനെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അവന് കിട്ടിയ റിവാർഡ് എന്താണെന്നറിയാമോ? ആ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ സ്വർഗം അവനെ ഒളിപ്പിച്ചു. ഈ ദിവസങ്ങളിലും അനർത്ഥ ദിവസത്തിൽ തന്റെ കൂടാരത്തിൽ നമ്മെ മറയ്ക്കുന്നവൻ, ഹല്ലേലൂയ, തിരുനിവാസത്തിന്റെ ആ നിഴലിൽ കീഴിൽ ഒളിപ്പിക്കുവാൻ, ഒരു പെട്ടകം പോലെ ക്രിസ്തുവിൽ നമ്മളെ ഒളിപ്പിച്ചിരിക്കുവാൻ സത്യാരാധകരെ സ്വർഗം നമ്മളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. There is a reward for the worshippers. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 8:1 പറയുന്നു, സ്വർഗം, ദൈവം നോഹയെയും പെട്ടകത്തിലുള്ള അവന്റെ കുടുംബത്തെ, സകല മൃഗജാലങ്ങളെയും ഓർത്തു. ആരാധിക്കുന്ന ദൈവപൈതലെ, നിന്നെ ദൈവം ഓർക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നാം പ്രതിസന്ധിയെ ഓർക്കുകയാണ്. പെട്ടകത്തിലിരുന്ന നോഹ പ്രളയത്തെ ഓർത്തു, പക്ഷെ ദൈവം നോഹയെ ഓർത്തു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ മറ്റ് ചിന്തകളെ, ആകുലതകളെ മാറ്റിവെച്ച് ദൈവമുഖം അന്വേഷിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ ആരാധന ഒരു വശത്തേക്ക് മാത്രമുള്ള ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല. അതിന്റെ അങ്ങേത്തലയ്ക്കൽ ഇങ്ങോട്ട് സ്വർഗം നിന്നെ ഓർക്കുന്ന അനുഗ്രഹീത പദവിക്കായി ദൈവത്തിനൊന്ന് നന്ദി പറയാമോ? നിന്റെ തലമുറയെ ഓർക്കും. ഹല്ലേലൂയ. നിന്നെ ഓർക്കും. താങ്ക് യു ജീസസ്. Heaven has a covenant with true worshippers, and you will realize his great concern over your life and your family and your descendants in the midst of crisis. ഈ ജീനിയോളജിയിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തമായ ഒരു കാര്യമുണ്ട്. പാട്ടുണ്ടോ എന്ന് ഉറപ്പില്ല, എഴുതപ്പെട്ട യാഗങ്ങളോ യാഗവ്യവസ്ഥകളോ ഉണ്ടോ എന്ന് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഈ വേർഷിപ്പേഴ്സിനെല്ലാം സ്വർഗവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. യെസ്,
ഈ ജിനിയോളജിയിൽ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, ആരാധന ആരംഭിക്കുന്നത് യാഗത്തിലല്ല, പാട്ടിലല്ല, മ്യൂസിക്കിലല്ല, കീബോർഡിലല്ല, മറിച്ച് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലാണ് ആരംഭിക്കുന്നത്. എഴുതി വെച്ചോ, your worship begins with your relationship with God. Hallelujah. ഇന്ന് പകലിൽ സകല സാഹചര്യങ്ങളെ മറികടക്കുന്ന സകല ആംബിയൻസ്, നമുക്കൊക്കെ സാഹചര്യം അനുകൂലമാകണം, ഒന്ന് മനസ്സ് തുറന്ന് ആരാധിക്കണമെങ്കിൽ. സ്വർഗം പഠിപ്പിക്കുക ഈ ദിവസങ്ങളിൽ അല്ല സാഹചര്യങ്ങളെ അല്ല, ദൈവമായിട്ടുള്ള ബന്ധം, അവിടെ ആരാധന തുടങ്ങുകയാണ്. ഹല്ലേലൂയ. വളരെ വേഗത്തിൽ ഈ പഠനം മുമ്പോട്ട് പോകട്ടെ. ഹല്ലേലൂയ. നോഹയുടെ കാലഘട്ടം കഴിയുമ്പോൾ ഒരു ചെറിയ ഇടവേള, ഒരു സൈലൻസ്. There was a time of silence, and the next milestone in true worship happened with the call of Abram. അബ്രാമിനെ ദൈവം വിളിക്കുന്ന ഒരു സമയം വരുന്നു. ഞാൻ ഇങ്ങനെയാ കാണുന്നത്, ഉണങ്ങി വരേണ്ട നിലത്ത് നിന്നൊരു വേരിനെ പിടിച്ചു പൊക്കിയെടുക്കുന്നത് പോലെ വിഗ്രഹാരാധനയുടെ നടുവിൽ നിന്ന്, മെസ്സപ്പൊട്ടോമിയയിൽ നിന്ന് സ്വർഗം വിളിച്ചിറക്കുകയാ അബ്രാമിനെ. ഹല്ലേലൂയ. അബ്രാമിനെ ദൈവം വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു, നീ നിന്റെ ദേശത്തെ വിടുക, നീ നിന്റെ പിതൃഭവനത്തെ വിടുക. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ആ വലിയ നിയോഗത്തെ നാം കാണുകയാണ്. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെ, നിന്റെ ചാർച്ചക്കാരെ, പിതൃഭവനത്തെ വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. അബ്രാം ആരാധിച്ചല്ല തുടങ്ങിയത്, മറിച്ച് അബ്രാം തുടങ്ങിയത് ഒരു നിയോഗത്തിൽ നിന്നാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രാം ഈ പകലിൽ നമ്മളോട് പറയുന്നുണ്ട്, ആദ്യം തുടങ്ങേണ്ടത് ആരാധനയല്ല, ഇത് ആരംഭിക്കുന്നത് ഒരു വിളി, ഒരു നിയോഗത്തിൽ, ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു നിർണയത്തിൽ. യെസ്, ഇവിടെ അബ്രാമിന്റെ ജീവിതത്തെ കർത്താവ് വേർതിരിച്ചെടുത്തതുപോലെ നമ്മളെയും ഈ ജിനോളജിയിൽ കർത്താവ് പഠിപ്പിക്കുക. പാട്ട് തുടങ്ങാൻ വരട്ടെ, ആദ്യം ഈ മുൻ നിർണയത്തിന്, ഈ വീണ്ടെടുപ്പിന്റെ പദ്ധതിക്കൊന്ന് ചെവി കൊടുക്കാമോ? ഹല്ലേലൂയ. തുടർന്ന് നാം കാണുക, അബ്രാം ഈ നിയോഗത്തിന് റെസ്പോണ്ട് ചെയ്തു. പാട്ടുപാടിയാണോ റെസ്പോണ്ട് ചെയ്തത് എനിക്കറിയില്ല, പക്ഷേ തന്റെ ഒബീഡിയൻസ് ആയിരുന്നു വർഷിപ്പ്. നാം അല്പം മുമ്പ് ഒരു ഭക്തനെ ചൂണ്ടി പറഞ്ഞു, കൂടെ നടന്നതായിരുന്നു ആരാധനയെന്ന്. പക്ഷെ അബ്രാം ജീവിതത്തിൽ വെളിപ്പെടുത്തിയ ഒരു ആരാധനയുടെ ശൈലിയുണ്ട്, അത് അനുസരണത്തിന്റെ ശൈലിയായിരുന്നു. ഹല്ലേലൂയ. Abraham responded to his call with true worship at the age of 75 years in obedience and left the land of Chaldeans. Hallelujah. ഞാൻ ഇങ്ങനെയാ കാണുന്നത്, തന്റെ ഭാര്യ സറായിയെ, അന്ന് അവരുടെ പേര് അബ്രാഹാം എന്ന്, സറായി എന്ന് കുറിക്കപ്പെട്ടിരിക്കുമ്പോൾ, തന്റെ ഒരു കൂട്ടത്തെ, തനിക്കുള്ള എല്ലാ പൊസഷനെയും പുറകിൽ നിർത്തി അബ്രാം മുമ്പിൽ നടക്കുമ്പോൾ സ്വർഗം ഉയരത്തിൽ നിന്ന് നോക്കി പറഞ്ഞു കാണും, യെസ്, ഈ ഭൂമിയിൽ ഒരു വർഷിപ്പ് ലീഡറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. നോക്കിക്കേ, അബ്രാം വർഷിപ്പ് ലീഡ് ചെയ്തത് പാട്ടുപാടിയാണോ നെഗേൻ അറിയില്ല, പക്ഷെ ഒരു കൂട്ടത്തെ തന്റെ അനുസരണത്തിൽ ആ മഹാനിയോഗത്തിലേക്ക് താൻ നയിച്ചു. യെസ്, എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ ആ യാത്രയെ കുറിക്കുന്ന ഒരു അനുഗ്രഹീത പദം 11-ന്റെ 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ഹല്ലേലൂയ. Abraham was consistent in his obedience, and we know that it's better than sacrifice. അനുസരിക്കുന്നത് യാഗത്തെക്കാൾ നല്ലതാണെന്ന് സ്വർഗം പിന്നീടാ പറഞ്ഞത്, പക്ഷെ അബ്രാം അന്നേ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. Thank you Jesus. And it was pleasing in the sight of the Lord. ആ ആരാധനയ്ക്ക് കിട്ടിയ പ്രതിഫലം എന്താണെന്ന് അറിയാമോ? ഈ 2020-ലും തലമുറകൾ ആയിരങ്ങൾ കഴിഞ്ഞെങ്കിലും നിലനിൽക്കുന്ന ഒരു കവനന്റ്. ഹല്ലേലൂയ. ഇസ്രായേൽ എന്ന രാജ്യമല്ല, ഭൂമിയിലെങ്കും ചെതറപ്പെട്ടിരിക്കുന്ന ബഹുജാതികൾ വിളിച്ചു പറയും, വിശ്വാസികളുടെ പിതാവായതുകൊണ്ട് നാമം വിളിച്ചു പറയും, തലമുറകൾക്കപ്പുറത്ത് ഒരുവൻ അനുസരണം കൊണ്ട് ആരാധിച്ചു. അതിന്റെ റിസൾട്ട് ഇന്ന് പകലിലും ഈ ഭൂമി ബഹുജാതികൾ അനുഭവിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അബ്രാമിന്റെ ജീവിതത്തിലെ ആ ഉടമ്പടിയോടെ അബ്രഹാമായി, ബഹുജാതികൾക്ക് പിതാവായി. തുടർന്ന് നാം കാണുന്ന ഏറ്റവും അതിപ്രധാനമായ ആരാധനയുടെ ഒരു സമയമുണ്ട്. മോറിയ മലയിൽ തന്റെ സ്വപുത്രനെ വിശ്വാസത്താൽ യാഗം കഴിക്കുവാൻ കരങ്ങൾ ഉയർത്തിയ അബ്രഹാം. ഹല്ലേലൂയ. The key moment in that worship genealogy happened during this era, and it was when he offered up Isaac in faith.
with a conviction that God is able to raise people even from dead and receive him back as a type. Yes, മരിച്ചവരെ പോലും ഉയർപ്പിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെയാ ഞാൻ സേവിക്കുന്നത് എന്നുള്ള വിശ്വാസത്താലാ താൻ ആ കരം ഉയർത്തിയത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11:19 അത് വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്താൽ, അനുസരണത്താൽ താൻ ആ വർഷിപ്പ് ജീനിയോളജിയിൽ തല ഉയർത്തി നിൽക്കുന്നു. ആ വംശാവലിയിൽ നാമും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളെയും സ്വർഗം ക്ഷണിക്കുക. മുൻ നിർണയിക്കപ്പെട്ട അവിടുത്തെ തെരഞ്ഞെടുപ്പിനനുസരിച്ച് ആ വിളിയെ ഉറപ്പാക്കിയാൽ നമുക്കും ചേർന്ന് നിൽക്കുവാൻ അവിടുന്ന് പദവി തന്നിട്ടുണ്ട്. അനുസരണത്താൽ നമുക്കത് മാതൃകയാക്കാം. അബ്രഹാമിന്റെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് വേദശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്ന മറ്റൊരു സത്യ ആരാധകനുണ്ട്. മറ്റാരുമല്ല, ഇയ്യോബ്. യോബിന്റെ പുസ്തകം വളരെ പിന്നീടാ വരുന്നതെങ്കിലും നാം മനസ്സിലാക്കുന്നത് അബ്രഹാമിന് തുല്യമായി കൂടാരത്തിൽ യാഗങ്ങൾ അർപ്പിച്ച, തന്റെ ഭവനത്തിൽ തന്റെ പുത്രന്മാർക്കു വേണ്ടി ഒരുപക്ഷെ അവർ പാപം ചെയ്തു പോയോ എന്നോർത്ത് അതികാലത്ത് എഴുന്നേറ്റ്, ഞാൻ ഈ പറയുന്ന വാക്കുകളെല്ലാം യോബിന്റെ പുസ്തകം 1:5 അതിരാവിലെ എഴുന്നേറ്റ് യാഗം കഴിക്കുന്ന ഒരു വിശുദ്ധൻ. ഹല്ലേലൂയ. സ്വർഗം ഇയ്യോബിന് സാക്ഷ്യം പറഞ്ഞു. He was blameless, he was upright. Job was fearing God and turning away from evil. Job used to rise up early in the morning and consecrate his sons with offered burnt offering according to the number. അവരുടെ എണ്ണത്തിനൊത്തവണ്ണം യാഗം കഴിച്ചുവെന്ന് വചനം പറയുന്നു. തുടർന്ന് യോബിന്റെ അതേ ജീവിതത്തിൽ ഒരു കഷ്ടത്തിന്റെ സമയത്തിലൂടെ കടന്നുപോയെങ്കിലും യോബിന്റെ പുസ്തകം അവസാനിക്കുന്ന സമയം യോബ് ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി യാഗം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായി നാം കാണുന്നു. ഹല്ലേലൂയ. അതെ, ആ ജീനിയോളജിയിൽ നിഷ്കളങ്കനായി, നേരുള്ളവനായി, ദോഷം വിട്ടകന്നവനായി ഒരു ദൈവമനുഷ്യനുണ്ട്. അവന്റെ പേര് ഇയ്യോബ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആ വംശാവലി ഒന്ന് കാണുമ്പോൾ ഹൃദയത്തിനുള്ളിലേക്ക് ഒരു ചിത്രം കയറുന്നുണ്ടോ? ഇവരാരും ആരാധിച്ചത് എഴുതപ്പെട്ട നിയമങ്ങൾ വെച്ചിട്ടല്ല, മോശയിക നിയമങ്ങൾ വന്നിട്ടില്ല, ന്യായപ്രമാണം വന്നിട്ടില്ല. പക്ഷേ തങ്ങൾക്ക് ലഭിച്ച ദർശനത്തെ അനുസരിച്ച് ദോഷം വിട്ടകന്നപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അത് നമുക്ക് നല്ലൊരു മാതൃകയാണ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ പിന്തുടർന്ന അതേ മാതൃക ഇസഹാക്കിലേക്കും ഇയ്യോബിലേക്കും പകരപ്പെട്ടു. അതുകൊണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, താൻ കൂടാരങ്ങളിൽ പാർത്തതുപോലെ തന്റെ കൂട്ടവകാശികളായി ഇസഹാക്കും യാക്കോബും കൂടാരങ്ങളിൽ പാർത്തു. പിതാവ് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നത് പോലെ മകനും കൊച്ചുമകനും കാത്തിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ആരാധന നിന്റെ തലമുറകളെ ഇൻഫ്ലുവൻസ് ചെയ്യും. യെസ്, വീട്ടിനകത്ത് അവർ ഇത് കണ്ടു വളരട്ടെ, അവരും മനസ്സിലാക്കട്ടെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും യെസ് അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നുകൊണ്ടുള്ള ഒരു ആരാധനയാണിതെന്ന്. ഹല്ലേലൂയ. ഈ ഒരു റിഫോർമേഷനിൽ നമ്മൾ പുതുതായി ഒന്നും ചെയ്യുകയല്ല, മറിച്ച് അടിസ്ഥാനങ്ങളിലേക്ക് സ്വർഗം നമ്മളെ മടക്കിക്കൊണ്ടു പോവുകയാണ്. ഈ പകലിൽ വളരെ വേഗത്തിൽ ആ ലിസ്റ്റ് ഞാൻ ഒന്ന് പറയാം. തുടർന്ന് യാക്കോബിനെ നാം കാണുന്നു. യാക്കോബ് ലൂസിലും ഇപ്പോൾ ബഥേൽ എന്ന് വിളിക്കപ്പെടുന്ന ദൈവഭവനത്തിൽ താൻ ആരാധന കഴിച്ചു. ഹല്ലേലൂയ. ദൈവം അവനെ മടക്കിക്കൊണ്ടു വന്നപ്പോൾ അവൻ അവിടെ ഒരു പാനീയ യാഗം കഴിച്ചു. ഉൽപ്പത്തി പുസ്തകം 35 അത് എഴുതിയിരിക്കുന്നു. തുടർന്ന് ആ വംശാവലിയിൽ യോസഫ് കയറി നിൽക്കുകയാണ്. യോസഫിന്റെ ആരാധനയിൽ യാഗങ്ങൾ കാണുന്നില്ല, പക്ഷേ താൻ ആരാധിച്ചത് തന്നെ ദൈവം കാണുന്നു. താൻ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ നിന്നതുകൊണ്ട് യോസഫ് തന്റെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ആരാധിച്ചു. ടെംപ്റ്റേഷന്റെ നടുവിൽ യോസഫിന്റെ ആരാധന പാട്ടുപാടിയോന്ന് എനിക്കറിയില്ല, പക്ഷേ അവനെ അറിയുന്ന, അവനെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ മാത്രമല്ല ആരാധന, സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും കർത്താവിനോടുള്ള സ്നേഹത്തിൽ അവിടുത്തെ സാന്നിധ്യത്തെ കുറിച്ചുള്ളൊരു ബോധ്യം, അത് നമ്മുടെ പേഴ്സണൽ റൂമിൽ ഉണ്ടെങ്കിൽ, അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ, ലാപ്ടോപ്പിൽ, നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരാധനയായി തീരും. തുടർന്ന് ഒരു 400 വർഷത്തെ ഇടവേള നാം കാണുകയാണ്. പക്ഷേ സ്വർഗം പുറപ്പാട് പുസ്തകം 2-ാം-അധ്യായം 24 പറയുന്നത് പിതാക്കന്മാരുടെ ഈ ആരാധനയെ സ്വർഗം ഓർത്തു, ദൈവം ഓർത്തു.
യെസ്, ഒരു ചെറിയ ഇടവേള ഒരു പക്ഷെ നിന്റെ തലമുറയിൽ കണ്ടാലും മാതാവേ പിതാവേ നീ കണ്ണീരിൽ കുതിർത്തു വെക്ക്, സ്വർഗം ഓർക്കും. തുടർന്ന് മോശ എന്ന ഒരു നായകനെ ദൈവം ആരാധനയ്ക്കായി എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്ക് ഏറെ ഇഷ്ടം തോന്നി. പുറപ്പാട് പുസ്തകത്തിൽ മോശയിലൂടെ ഇസ്രായേലിനെ വിളിച്ചിറക്കുമ്പോൾ ദൈവം വളരെ ആവർത്തിച്ചുപയോഗിച്ച ഒരു പദപ്രയോഗമുണ്ട്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയത്: ഇസ്രായേൽ എന്റെ പുത്രൻ, അവൻ എന്റെ ആദ്യജാതൻ. ഇസ്രായേൽ ഈസ് മൈ സൺ, മൈ ഫസ്റ്റ് ബോൺ. ലെറ്റ് മൈ സൺ ഗോ ദാറ്റ് ഹി മേ സെർവ് മീ. സ്വർഗം വിളിക്കുന്നത് വെറുതെ ഒരു ജാതിയെ ചൂണ്ടിക്കാട്ടി അവർ വന്ന് ആരാധിക്കട്ടെ, അങ്ങനല്ല. ദൈവം വിളിക്കുക, ബന്ധമുള്ള ഒരു പുത്രൻ എനിക്കുണ്ട്. ഹല്ലേലൂയ. ആ ഇസ്രായേലിനെ വിളിക്കുക, അവർ ആരാധിക്കാനായി പുറപ്പെടട്ടെ. ഇതേ വാക്കുകൾ മോശ ഫറവോനോട് പറയുക, എന്റെ ജനത്തെ ആരാധിക്കാനായി വിട്ടയക്കാം. ഞാൻ വിശ്വസിക്കുന്നു ബാധകൾ എപ്പോഴൊക്കെ അയച്ചു അവിടൊക്കെ ആരംഭത്തിൽ മോശ നിന്നു പറഞ്ഞു ദൈവശബ്ദമായി, എന്റെ ജനത്തെ വിട്ടയക്ക, ആരാധനയ്ക്കായി വിട്ടയക്ക. Let my people go that they may celebrate a feast, that they may serve me, that they may worship me. അവർ പോയി ആരാധിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഒരു വർഷിപ്പ് എക്സോട്ടേഷനാണ്. ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. നമുക്ക് ആരാധനയെ ആഹ്വാനം കൊടുക്കുമ്പോൾ ജനത്തോട് പറയും, നാം ഹൃദയം ഒന്ന് തുറന്നേ, ആരാധിച്ചേ. ഇല്ല, ഇവിടെ നോക്കിക്കേ, സ്വർഗമായി എക്സോട്ട് ചെയ്യുന്നത്, എന്റെ ജനത്തെ വിട്ടയക്കാം, അവരൊന്ന് ആരാധിക്കട്ടെ. Where are my worshippers? Hallelujah. മിസ്രൈമിന്റെ മണ്ണിൽ മുഴങ്ങിക്കേട്ട അതേ ശബ്ദം ഇന്ന് പകലിലും നമ്മളോടും ഓരോ കുടുംബങ്ങളോടുമുള്ള ബന്ധത്തിൽ, ജീവിത സാഹചര്യങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന സകല മേഖലകളെ നോക്കി സ്വർഗം പറയുന്നു, എന്റെ ജനത്തെ ആരാധിക്കുവാൻ വിട്ടയക്കാം. ഇസ്രായേൽ മക്കൾ വിചാരിച്ചു അടിമവേലയിൽ അകപ്പെട്ടപ്പോൾ അവരുടെ ജീവിത ഭാരമാണ്, അവരുടെ ജീവിത സന്തോഷമാണ് നഷ്ടപ്പെട്ടതെന്ന് അവർ വിചാരിച്ചത്. പക്ഷെ ശ്രദ്ധിക്കണേ, ആ അടിമവേലയിൽ അവർക്ക് നഷ്ടപ്പെട്ടത് ജീവിത സന്തോഷമോ സുഖ സൗകര്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഏറ്റവും പ്രധാനമായി നഷ്ടപ്പെട്ടത് അവരുടെ ആരാധനയായിരുന്നു. അതുകൊണ്ട് സ്വർഗം പറഞ്ഞ് എന്റെ ജനത്തെ ആരാധനയ്ക്കായി വിട്ടയക്കുക. ഈ ദിവസങ്ങളിൽ ജീവിത സാഹചര്യങ്ങളിൽ ഇരുളടയുമ്പോൾ, വാതിലടയുമ്പോൾ, സഭയെക്കുറിച്ച്, ദൈവമക്കളെ കുറിച്ച് സ്വർഗത്തിന് ഏറ്റവും വലിയ കൺസേൺ, യെസ്, നിങ്ങളെക്കുറിച്ച് കൺസേൺ ഉണ്ട്, നിങ്ങളുടെ ഭൗതിക മേഖലയെ കുറിച്ചുണ്ട്, ആരോഗ്യത്തെ കുറിച്ചുണ്ട്. പക്ഷേ സ്വർഗത്തിന് ഏറ്റവും പ്രധാനമുള്ളൊരു കൺസേൺ ഉണ്ട്, എന്റെ ജനത്തെ ആരാധനയ്ക്കായി വിട്ടയക്കാം. ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടത് ആരാധനയാണ്. എത്ര പേർ അതിൽ മനസ്താപമുള്ളവരാണ്? യെസ്, ഒരു പരിധിവരെ നമ്മുടെ മുഴങ്കാലുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നാം അതിനെ തിരികെ നേടുന്നുവെങ്കിലും ഒരു പരിധിവരെ ഈ സൂം മീറ്റിംഗിൽ, ഓൺലൈനിൽ വചനം കേൾക്കുകയും പഠിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നാം തിരികെ പിടിക്കുന്നുണ്ടെങ്കിലും ഒരുമിച്ചുള്ള ആരാധന, ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ നഷ്ടമായി. ഹല്ലേലൂയ. യോവേലിന്റെ പ്രവാചകന്റെ ആ പുസ്തകത്തിൽ പറയുന്നത് പോലെ ആലയത്തിലെ സന്തോഷം മാഞ്ഞുപോയ ഈ കാലത്തും സ്വർഗത്തിനൊരു കൺസേൺ ഉണ്ട്, എന്റെ ജനത്തെ ആരാധനയ്ക്കായി വിട്ടയക്ക. ഹല്ലേലൂയ. വരുന്ന ദിവസങ്ങളിൽ വാതിലുകൾ തുറക്കപ്പെടുമ്പോൾ ഈ ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത് നാം പുറത്തിറങ്ങിയാൽ അതൊരു റിഫോർമേഷൻ ആയിരിക്കും. ഇവിടെ ഇസ്രായേലിനെ അടിമ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത് ആരാധനയ്ക്കായിട്ടാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ, the first recorded sacrifice was on the day of Passover. ഇതുവരെയും പല ഇടങ്ങളിൽ ദൈവമനുഷ്യർ ഒറ്റയ്ക്കും കുടുംബമായിട്ടുമൊക്കെ ആരാധന കഴിച്ചെങ്കിലും ഒരുമിച്ച് ഒരു കോർപ്പറേറ്റ് വർഷിപ്പ്, അത് പാസ് ഓവർ ആയിരുന്നു. പെസഹയുടെ ദിനം ഇസ്രായേൽ ജനം ഒരുപോലെ ഒരു വ്യവസ്ഥയ്ക്ക്, യെസ്, ഒരു നൽകപ്പെട്ട വ്യവസ്ഥയ്ക്കനുസരിച്ചുള്ള ഒരു ആരാധനയാ, യാഗമാ പാസ് ഓവറിൽ നടന്നത്. പെസഹയുടെ ദിനം അവർ ഒരു വശത്ത് ആരാധന കഴിക്കുമ്പോൾ മറുവശത്ത് അതേ ആരാധനയിൽ ആ രക്തത്തിന്റെ അടയാളം അവരുടെ ജീവിതത്തിൽ രക്ഷയായി തീർന്നു. അതിനകത്തും ഒരു ദൂതുണ്ട്, ആ വംശാവലി, ആ സംഭവം നമ്മളെ ഓർപ്പിക്കുക. ദൈവ പൈതലെ, ഈ ദിവസങ്ങളിൽ നീ മുട്ടുമടക്കുമ്പോൾ നീ ഓർക്കും, സമയം നഷ്ടമാണോ? ഇല്ല, ഇതൊരു നഷ്ടത്തിന്റെ പരിപാടിയല്ല. മറുവശത്ത് നിന്നെ പരിപാലിക്കുന്ന, നിന്റെ മേൽ അടയാളമിട്ട് നിന്നെ മാറ്റി നിർത്തുന്ന, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, ഹല്ലേലൂയ, രക്തം അടയാളമിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെയാ നീ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൂത് പെസഹയുടെ ദിനം നമുക്ക് നൽകി തരികയാണ്. തുടർന്ന് വലിയൊരു ബ്രേക്ക് ത്രൂ നടന്നു ആരാധനയിൽ.
തുടർന്ന് ഇറങ്ങി പുറപ്പെട്ട ജനത്തിന്റെ നാവിൽ ചെങ്കടലിന്റെ തീരത്ത് ദൈവം സ്തുതി നൽകി. The first recorded praise song and a song of thanksgiving came out from Moses and from Israelites after they crossed the Red Sea. ആദ്യത്തെ സ്തുതിഗീതം പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ നാം കാണുകയാണ്. മോശയുടെ പാട്ട്, ഇസ്രായേൽ മക്കളുടെ പാട്ട്. ഒത്തിരി ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. ഒരു പക്ഷെ വചനത്തിൽ തന്നെ നേരത്തെ സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന പലരെയും കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും സ്തുതിഗീതത്തോടൊപ്പം എടുക്കപ്പെട്ട ആദ്യത്തെ ഉപകരണം അത് തപ്പായിരുന്നു. The first musical instrument was timbrel in the hand of Miriam. ഒരു സഹോദരി അതെടുത്തത്. എത്ര സഹോദരിമാർക്ക് അതിൽ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങളെ കുറിച്ച് ദൈവത്തിന് പ്രത്യേക ദൗത്യമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇന്ത്യയുടെ മണ്ണിൽ ഒരു ഉണർവുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു സഹോദരിമാരെ, നിങ്ങൾ അതിന്റെ മുൻപന്തിയിൽ ഉണ്ടാകും. ഹല്ലേലൂയ. ആരാധനയ്ക്കായി ദൈവജനം എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. തുടർന്ന് നാം പാട്ടോടെ ആരാധനയോടെ നീങ്ങുന്ന ദൈവജനം വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വംശാവലിയെ കാണുന്നപ്പോൾ തന്നെ സംഭവങ്ങളുടെ വലിയൊരു കൂട്ടം നാം കാണുക. തുടർന്ന് മൗണ്ട് സിനായ്, അതാണ് അടുത്ത വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് വേർഷിപ്പ് ഹബ്. ഒരുമിച്ച് ദൈവജനം ദൈവ തേജസ്സിനെ കണ്ടത് സീനായ് പർവ്വതത്തിലായിരുന്നു. There at Sinai, people saw the glory of God. പക്ഷെ ഓർക്കണം, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ ആ സംഭവം നടക്കുന്നതിന് മുമ്പ് ദൈവം വ്യക്തമായി പറഞ്ഞു ഇസ്രായേൽ മക്കളോട്, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാൻ. But before the glory was revealed, the Lord asked Israelites to consecrate themselves. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ജനത്തോട് പറഞ്ഞതിന് ശേഷമാണ് മഹത്വം വെളിപ്പെട്ടത്. അതിനകത്ത് എന്തെങ്കിലും ദൂത് പ്രാപിക്കാൻ പറ്റുന്നുണ്ടോ? നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ദേശത്ത് ദൈവമഹത്വം വെളിപ്പെടണം. പക്ഷേ ഈ വംശാവലിയിൽ എവിടെയോ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനം മോശയുടെ കാലത്ത് ദൈവ മനുഷ്യർ പറയുന്നു, ഇല്ല, ദൈവമഹത്വം വെളിപ്പെടും, പക്ഷെ അതിനു മുമ്പ് നമ്മെ ഒന്ന് ഒരുക്കണം. ഒരു റിവൈവൽ അത് വെളിപ്പെടും, പക്ഷെ സഭയൊന്ന് ഒരുങ്ങണം. നാം അനുതാപത്തോടെ മനസ്താപത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നുവെങ്കിൽ നിശ്ചയമായും ആരാധനയിൽ സ്തുതിയിൽ ദൈവമഹത്വം വെളിപ്പെടുക തന്നെ ചെയ്യും. തുടർന്നാണ് 10 commandments ലഭ്യമാകുന്നത്. ആ വംശാവലിയുടെ സംഭവങ്ങളിൽ കാണുമ്പോൾ ആരാധനയെ, പഴയ നിയമ ആരാധനയെ കുറിക്കുന്ന വിലപ്പെട്ട നിർദ്ദേശങ്ങൾ വ്യവസ്ഥകളായി ചട്ടങ്ങളായി ജനത്തിന് നൽകപ്പെട്ടു. ഒരുപക്ഷെ നമുക്കിത് വായിക്കുമ്പോൾ നമ്മൾക്ക് പ്രാധാന്യം എത്രയധികം ഉണ്ടെന്ന് തോന്നി മാറ്റിവെക്കാറുള്ള പേജുകളാ. പക്ഷെ മറന്നുപോകൽ, ഇതെല്ലാം വ്യക്തമായ നിഴലുകളാ. ഹല്ലേലൂയ. അവിടെ യാഗപീഠത്തിന്, യാഗത്തിന്, അവിടെ കൂടാരത്തിന്, യാഗത്തിന്, ഈവൻ പുരോഹിതന്മാരുടെ വസ്ത്രത്തിന് പോലും വ്യവസ്ഥ ഉണ്ടായിരുന്നു. പെട്ടകത്തെ കുറിക്കുന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു. നിലവിളക്കിനെ കുറിക്കുന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം നമ്മളെ കുറിക്കുന്ന നിഴലുകളാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് ഈ ദിവസം കടന്നു പോകുന്നില്ല, കാരണം ഇതൊരു ഭാഗത്തുനിന്ന് കണ്ടിന്യൂ ചെയ്ത് കൺക്ലൂഡ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവിടെ ഒരു കാര്യം പെട്ടെന്ന് പരിശുദ്ധാത്മാവ് കാണിക്കുന്നത്, പുറപ്പാട് പുസ്തകം 27-ന്റെ 20-ാം വാക്യത്തിൽ എപ്പോഴും നിരന്തരമായി കൂടാരത്തിലെ നിലവിളക്ക് കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇടിച്ചെടുത്ത ഒലിവെണ്ണയെ കുറിക്കുന്ന ഒരു വാക്യം അവിടെ എഴുതിയിരിക്കുന്നു. The Spirit of the Lord was asking Israelites to have clear oil, beaten olives for the light, to make the lamp burn continually. നിരന്തരമായി. ആ വാക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നു. സ്വർഗം നമ്മുടെ ആരാധന ഞായറാഴ്ച 2 മണിക്കൂറോ ഒരു ദിനം കൊണ്ടോ തീരുവാനല്ല. ഈ നിഴലിൽ, ഈ വംശാവലിയിൽ സ്വർഗം നമ്മളോട് പറയുന്നു, ഈ ദീപം നിരന്തരമായി കത്തേണ്ടതാകുന്നു. ഇത് കത്തേണമെങ്കിൽ ഇടിച്ചെടുത്ത ഒലിവെണ്ണ പോലെ ഒന്ന് നിരന്തരമായി പകരപ്പെടേണ്ടതാകുന്നു. ഇത് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. ഈ വിളക്ക് ഒരു ദിനം കൊണ്ട് കത്തിച്ച് ആശീർവാദം പറയുമ്പോൾ അണച്ച് പോക്കറ്റിലിട്ടോണ്ട് പോയ പരിപാടി പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇല്ല, ദൈവം നമ്മളെ വിളിക്കുകയാ, നിരന്തരമായി ദീപം കത്തിക്കൊണ്ടിരിക്കട്ടെ. ലേവ്യ പുസ്തകം 21-ാം അധ്യായം 12-ാം വാക്യത്തിൽ മറ്റൊരു തൈലത്തെ കുറിക്കുന്നു. അത് നിലവിളക്കിനുള്ള തൈലമല്ല, മറിച്ച് ഇത് പരിശുദ്ധമായ അഭിഷേക തൈലമാണ്. ദ ഹോളി അനോയിന്റിംഗ് ഓയിൽ. യെസ്. 30-ാം അധ്യായം 25-ാം വാക്യത്തിലും 21-ാം അധ്യായം 12-ാം വാക്യത്തിലും ലേവ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഫോർ എവറി യൂട്ടൻസിൽസ്
ദൈവാലയത്തിലെ സകല യാഗപീഠ സകല ഉപകരണങ്ങളെയും സകല പുരോഹിതന്മാരെയും ഒരുപോലെ വേർതിരിക്കുന്ന ഒരു അഭിഷേക തൈലം. ഈ ദിവസങ്ങളിൽ നാം എല്ലാം രാജകീയ പുരോഹിത വർഗമാണ്. പക്ഷെ മറന്നു പോകല്ലേ, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുമ്പോൾ അവിടുന്ന് നമ്മളെ വേർതിരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മ തൈലം കൊണ്ടാണ്. ഹല്ലേലൂയ. ആ നിറവിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഈ നിഴൽ, ഈ വംശാവലി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവിക ആരാധനയുടെ ഈ വംശാവലിയിൽ അതിപ്രധാനമായ ഒരു ടേണിംഗ് പോയിന്റ് തുടർന്ന് നടന്നത് ലേവ്യരെ ദൈവം ശുശ്രൂഷിക്കായി എഴുന്നേൽപ്പിച്ചതാണ്. ഹല്ലേലൂയ. വിഗ്രഹാരാധനയുടെ, കാളക്കുട്ടിയുടെ, ദൈവകോപത്തിന്റെ ജ്വലനം നടന്നൊരു സംഭവം പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ കാണുന്നു. അതിന്റെ 26-ാം വാക്യത്തിൽ ഈ സംഭവത്തിന്റെ നടുവിൽ മോശ നിന്നുകൊണ്ട് വിളിക്കുക, ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ, യഹോവയുടെ പക്ഷത്തുള്ളവർ എന്റെ അടുക്കൽ വരട്ടെ. Who is for the Lord, come to me. This was an exhortation from Moses in the midst of that golden calf worship. All the sons of Levi gathered together to him. അവിടെ ആ വിളിക്ക് ചെവി കൊടുത്തവരാണ് ലേവ്യരുടെ പുത്രന്മാർ. നാം നോക്കിക്കോണേ, ഇതുവരെ ഈ ആരാധനയുടെ വംശാവലിയിൽ സ്വർഗം ലേവ്യരെ എഴുതി ചേർത്തിട്ടില്ലായിരുന്നു. യാക്കോബ് തന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്തും ലേവ്യരെ ശാപവാക്കുകളാ താൻ ഉച്ചരിച്ചത്. പക്ഷെ ഈ സംഭവത്തിന്റെ നടുവിൽ തീഷ്ണതയോടെ ലേവ്യർ മാറി നിന്നപ്പോൾ the heavens set apart them for a greater purpose. There began the Levitical office. The greatest turning point in the genealogy of Old Testament worship happened over there. ലേവ്യരെ ആ ദൈവ മഹത്വത്തിനായി, വിശുദ്ധിക്കായി അവർ നിന്ന അവരുടെ ആ തീഷ്ണത കാരണം തുടർന്ന് അങ്ങോട്ട് ലേവ്യരുടെ ശുശ്രൂഷ കാലഘട്ടമാണ് ഈ ജീനിയോളജിയിൽ കാണുന്നത്. യോശുവയെ നാം കാണുന്നു, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ് ഈ വംശാവലിയിൽ താൻ ചേർന്ന് നിന്നു. യോശുവ 24:15. തുടർന്ന് ന്യായാധിപന്മാരുടെ കാലഘട്ടം വരുന്നു. അവിടെ ദെബോരയെ പോലെ പാടിയാർത്ത പ്രവാചികമാരുണ്ടായിരുന്നു. അവിടെ സ്തുതിയും ആരാധനയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നാം കാണുന്നു. തുടർന്ന് ഒരു അല്പം ഇരുണ്ട് നിറഞ്ഞ കാലത്തിന്റെ നടുവിൽ ഈ വംശാവലിയിൽ ഉൾപ്പെടാൻ ഒരു റീസണും ഇല്ലാത്ത ഒരു പെൺകുട്ടി, ഒരു മോവാബ്യ സ്ത്രീ, അവളുടെ പേര് രൂത്ത് എന്നായിരുന്നു. ഹല്ലേലൂയ. അവൾ ആരാധനിക്കുവാൻ, അവൾ സത്യ ആരാധനയിലേക്ക് ചേർന്ന് നിന്നു. എങ്ങനെയെന്നറിയാമോ? ഇവിടെയും പാട്ടുപാടിയോന്ന് എനിക്കറിയില്ല, പക്ഷെ അവളുടെ തീരുമാനം കൊണ്ട് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം അധ്യായത്തിൽ അവൾ ഒരു ഡിക്ലറേഷൻ നടത്തി. തന്റെ അമ്മാവി അമ്മയായ നവോമിയോട് പറഞ്ഞു, നിന്റെ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ. അന്യജാതിക്കാരിയായ രൂത്തിന്റെ ഈ ഡിക്ലറേഷൻ അവരെ സത്യ ആരാധനയിലേക്ക് മാത്രമല്ല, പിന്നീട് നാം കാണുന്നു ക്രിസ്തുവിന്റെ വംശാവലിയിലും രൂത്ത് കയറി നിന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മളുടെ ജീവിതത്തിലും കർത്താവ് ചില ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇതുപോലെ തരും. നോക്കിക്കേ, രൂത്ത് മരണ പരമ്പരകളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ ദൈവത്തെ സ്നേഹിച്ച് താനെടുത്ത തീരുമാനം കൊണ്ട് സ്വർഗം അവളെ ഓണർ ചെയ്തെങ്കിൽ, ആരാധിക്കുന്ന ദൈവപൈതലേ, നിന്റെ തീരുമാനം ഒരു ആരാധനയാണ്, നിന്റെ ഡിസിഷൻ ഒരു ആരാധനയാണ്. ഹല്ലേലൂയ. തുടർന്ന് സമൂവേലിനെ നാം കാണുന്നു, ദൈവത്തിന്റെ വിശുദ്ധ പ്രവാചകനായി, യാഗം കഴിക്കുന്ന പ്രവാചകനായി. യെസ്, ശൗലിന് ഒരു അവസരം നൽകപ്പെട്ടുവെങ്കിലും താൻ അത് നഷ്ടപ്പെടുത്തി, ഈ വംശാവലിയിൽ നിന്നില്ല. അതിന് പകരം ദൈവം തന്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനെ ചേർത്ത് നിർത്തി, ദാവീദ്. ഹല്ലേലൂയ. എന്തുകൊണ്ടോ പഴയ നിയമ ആരാധനയിൽ ലേവ്യരുടെ ആ ഓഫീസിനെ, ഒരു പക്ഷേ ഏലിയുടെ കാലം വന്നപ്പോൾ, ദർശനം ഇരുളായി പോയപ്പോൾ, തന്റെ പുത്രന്മാർ മാറി നിന്നപ്പോൾ സ്വർഗം മാറ്റിയതാണോ എന്നറിയില്ല. പിന്നീട് ആരാധനയുടെ ചിത്രത്തിലെല്ലാം യഹൂദ വംശജനായി, ഹല്ലേലൂയ, ദാവീദിന്റെ സിംഹാസനത്തെയാണ് നാം പിന്നീട് കാണുന്നത്. നോക്കിക്കണേ, ഈ നദി തിരിഞ്ഞൊഴുകുന്ന നോക്കിക്കോണേ. ഈ വംശാവലിയിൽ ദൈവം ഒത്തിരി പേർക്ക് അവസരം കൊടുത്തു കയറി നിൽക്കാൻ. ചിലർ നഷ്ടപ്പെടുത്തി, ചിലർ കയറി നിന്നു. ഇവിടെ ഇതാ ദാവീദിന്റെ കാലഘട്ടം വന്നപ്പോൾ സ്തുതിയുടെ ഒരു കൂടാരം ഉയർന്നു. സ്വർഗം ഈ ആരാധനകളുടെ വംശാവലിയിൽ എല്ലാം വെച്ച് ദാവീദിന്റെ ആ കാലഘട്ടത്തെ ഒത്തിരി ഓണർ ചെയ്യുന്നുണ്ട്. Heaven gives such an importance for the tent of David as a tent of praise. Hallelujah. ഞാൻ മനസ്സിലാക്കുന്നു അതിന്റെ ഒന്നാമത്തെ കാരണം, ദാവീദ് നിരന്തരമായ ആരാധനയെ റെസ്റ്റോർ ചെയ്തു. കൂടാരത്തിൽ താൻ സംഗീതത്തിന്, ആരാധനയ്ക്ക് വ്യത്യസ്ത അളവിൽ ആളുകളെ ക്രമീകരിച്ച് ഒരു സമയം പോലും ഇടവിടാതെ കാഹളം ഊതുവാൻ, സത്യദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ആരാധന കഴിക്കുവാൻ
അങ്ങനെ ഒരു റെസ്റ്റോറേഷൻ നടന്നു. അതുകൊണ്ട് അത്രേ സ്തുതിയുടെ കൂടാരം ദാവീദിന്റെ കാലഘട്ടത്തിൽ ഉയർത്തപ്പെട്ടു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. തുടർന്ന് നാം പലപ്പോഴും എസ്രയുടെയും നെഹമ്യയുടെയും കാലഘട്ടത്തിലും പിന്നീട് വ്യത്യസ്ത പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലുമൊക്കെ ഈ സത്യ ആരാധനയുടെ വേരറ്റുപോകാതെ അതിനെ റെസ്റ്റോർ ചെയ്യുന്ന ദൈവ പദ്ധതിയെ നാം കാണുകയാണ്. പക്ഷെ എവിടൊക്കെയോ ഈ വംശാവലിയുടെ നടുവിൽ ദാവീദിനെ വീണ്ടും സ്വർഗം വീണ്ടും ഇഷ്ടപ്പെടുകയാണ്. കാരണം ഇരുൾ അടഞ്ഞു പോയപ്പോഴും സ്വർഗം ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു: ഒരു മടങ്ങിവരവുണ്ടാകും, ഒരു റെസ്റ്റോറേഷൻ ഉണ്ടാകും. അന്ന് ഞാൻ വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും എഴുന്നേൽപ്പിക്കും. ഞാൻ വിശ്വസിക്കുന്നു അത് ഈ ദിവസങ്ങളിലും കർത്താവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. എത്ര പേർ അതിന് ആമേൻ പറയും? ഹല്ലേലൂയ. യെസ്, ഈ മണ്ണിൽ സത്യ ആരാധനയുടെ, ജീവനുള്ള ആരാധനയുടെ ശബ്ദം ഉയർന്നാൽ, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു ഈ മണ്ണിൽ ഈ പ്രതിസന്ധിയുടെ നടുവിലും ഈ ഭൂമിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഹല്ലേലൂയ. വീണുപോയ ദാവീദിൻ കൂടാരത്തെ സ്വർഗം ഈ ദിനങ്ങളിൽ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. യെരുശലേം കൗൺസിൽ കൂടുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 15-ാം അധ്യായം 16-ാം വാക്യത്തിലും അതേ വാക്യം എടുത്തുപയോഗിച്ചു. ജാതികളെ, നാം ഉൾപ്പെടുന്ന ദൈവജനത്തെ ഭൂലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുന്നത് 24 മണിക്കൂറും ഒരിടയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ നിരന്തരമായി ആരാധനയുടെ ദീപം കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഈ സൂം ആരാധനയിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഖത്തറിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ദൈവമക്കൾ മിഡിൽ ഈസ്റ്റിൽ, യൂറോപ്പിൽ, അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ 24/7 വിവിധ ഇടങ്ങളിൽ ഭൂമിയിലെമ്പാടും ദൈവ മഹത്വം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ സ്വർഗം ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒരുപക്ഷെ ഈ ദൂതിന്റെ അടുത്ത ഭാഗം മറ്റൊരു സമയത്ത് പ്രിയ ചർച്ചിലൂടെ ടെലികാസ്റ്റ് ചെയ്യുവാൻ കർത്താവ് കൃപ തരും. പക്ഷെ ഈ പകലിൽ പഴയ നിയമ ചരിത്രത്തിലൂടെ ഒരു ജിനോളജി നാം കണ്ടു. ആരാധനയുടെ വംശാവലി. വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ പെടുന്നവരാണ് അവരിൽ മിക്കവരും. ക്രിസ്തുവിന്റെ വംശാവലിയിൽ പെടുന്നവരാണ് അവരിൽ മിക്കവരും. പക്ഷേ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഈ ആരാധനയെ കെട്ടുപോകാതെ ഓരോ തലമുറയിലും ഒരു കൈമാറ്റം എവിടൊക്കെയോ നടന്നിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഈ 2020 ഈ തലമുറയിൽ, if you are handing over the mantle of worship, just pray unto the Lord, Lord, I am available. ഒന്നും പുതുതായി ചെയ്യുവാനല്ല, മറിച്ച് ദൈവിക വ്യവസ്ഥയ്ക്കായി ഒന്ന് നിന്നു കൊടുക്കാൻ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ ബന്ധത്തിൽ നിന്നുണ്ടെന്ന് ആരാധിക്കുവാൻ, ഈ ആരാധനയെ ഒന്ന് ജീവിത ശൈലിയാക്കി തീർക്കുവാൻ. ഹല്ലേലൂയ. Thank you, Jesus. ഞാൻ വിശ്വസിക്കുന്ന ഈ ദിവസങ്ങളിൽ സ്വർഗം പ്ലാറ്റ്ഫോമുകളെ മാറ്റി, കോൺഫറൻസുകളെ മാറ്റി, വലിയ കൂടിവരവുകളെ മാറ്റി. പക്ഷെ പ്ലാറ്റ്ഫോം ഇല്ലെങ്കിലും സ്വർഗം കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് നിന്റെ മുഴങ്കാലാണ്. ഹല്ലേലൂയ. ആ മുഴങ്കാലിൽ ഒന്ന് കയറി നിന്നാൽ ഞാൻ വിശ്വസിക്കുന്നു യു ആർ എ വർഷിപ്പർ ഫോർ യുവർ സിറ്റി, ഫോർ യുവർ നേഷൻ. ആ മുഴങ്കാലിൽ നിൽക്കുമ്പോൾ നീ ഉയർന്നു നിൽക്കുന്നത്, ആത്മമണ്ഡലത്തിൽ കർത്താവ് നിന്നെ കൊണ്ടു നിർത്തുന്നത് നീ ഒരു സാധാരണ ആരാധിക്കുന്നവനായിട്ടല്ല, മറിച്ച് ഈ ദേശത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ആരാധിക്കുന്നവനായി. ഈ വംശാവലിയിൽ ഒരു വ്യക്തിയെ നാം എടുത്തു പറഞ്ഞു, നോഹ. നോഹ പ്രളയത്തിന് ശേഷം ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ പെട്ടകം വിട്ട് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. സ്വർഗം നോഹയോട് പുറത്തിറങ്ങാനേ പറഞ്ഞുള്ളൂ കേട്ടോ. പക്ഷേ നോഹ പുറത്തിറങ്ങുക മാത്രമല്ല ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം, നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. സകലവും ശൂന്യമായ പ്രളയം കൊണ്ട് തൂത്തു തുടയ്ക്കപ്പെട്ട ഭൂമിയിൽ ആദ്യമായി ഉയർന്നത് ഒരു വീടല്ല, ഒരു യാഗപീഠമാണ്. യെസ്, സ്വർഗം പറഞ്ഞില്ല, പക്ഷെ ആ ദൈവമനുഷ്യന്റെ ഹൃദയത്തിൽ നന്ദി കൊണ്ട് നിറഞ്ഞു. സകലവും തൂത്തെറിയപ്പെട്ടപ്പോഴും എന്നെ, എന്റെ കുടുംബത്തെ ഈ പെട്ടകത്തിനുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ച ദൈവമേ, വേറെന്ത് ചെയ്യുന്നതിന് മുമ്പും ഞാൻ ആദ്യം ഒരു യാഗപീഠം പണിതോട്ടെ. ഇന്ന് പകലിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. ഒത്തിരി പേർ കാത്തിരിക്കുക, പ്രതിസന്ധികളെല്ലാം മാറി പഴയതുപോലെ കാര്യങ്ങളൊന്നാവണം, മാറ്റിവെച്ച പല കാര്യങ്ങൾ ചെയ്യണം. യെസ്, ചെയ്യണം, ചെയ്തോളൂ, കർത്താവ് അതിന് കൃപ തരട്ടെ. പക്ഷെ സ്വർഗം ചോദിക്കുക, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിനക്ക് ഒന്നാമതൊരു യാഗപീഠം പണിയാമോ? നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്റെ അപ്പായിക്കൊന്ന് നന്ദി പറയാമോ? ഹല്ലേലൂയ.
ഹൃദയം നന്ദിയാൽ നിറഞ്ഞപ്പാ, വേറെന്തിനേക്കാളും ഞാൻ അങ്ങയെ ആരാധിക്കുവാൻ ഇഷ്ടപ്പെടുന്നപ്പാ. ഹല്ലേലൂയ. നോഹയുടെ ശരീരഭാഷ അതായിരുന്നു. താനൊരു യാഗപീഠം പണിതു. തുടർന്ന് നാം അവിടെ കാണുന്നു, തന്റെ പെട്ടകത്തിൽ നിന്ന് ശുദ്ധിയുള്ള ചിലതിനെ എടുത്ത് താൻ യാഗം കഴിച്ചു. ഞാൻ ഇത് പറഞ്ഞൊന്ന് കൺക്ലൂഡ് ചെയ്യാം. 10,000-കണക്കിന് മൃഗങ്ങളെ യാഗം കഴിച്ച ആരാധനകൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ ആരാധന വ്യത്യസ്തമാക്കുന്നത്, ഇവിടെ 10,000 ഒന്നും ശേഷിച്ചിട്ടില്ല. പെട്ടകത്തിൽ ശുദ്ധിയുള്ള വിരലിൽ എണ്ണാവുന്ന കുറച്ചു മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവമനുഷ്യൻ പറഞ്ഞു, കുറച്ചേ ഉള്ളെങ്കിലും ഞാനൊരു ആരാധന കഴിക്കും. സാക്രിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വർഷിപ്പ്. ഈ വിരലിൽ എണ്ണാവുന്നതെന്ന് ഒന്നിനെ എടുത്ത് യാഗം കഴിക്കണമെങ്കിൽ മനസ്സൊന്ന് പെടയും. യെസ്, ഇന്ന് പകലും ചിലരോട് പറയുക, തുരുത്തിയിൽ അല്പമേ ശേഷിച്ചിട്ടുള്ളൂ, കലത്തിൽ അല്പം മാവേ ശേഷിച്ചിട്ടുള്ളൂ. പക്ഷേ നീ ദൈവനാമത്തെ സ്നേഹിച്ച്, ഇത് വെറും താങ്ക്സ് ഗിവിങ്ങിന്റെ കാര്യം മാത്രമല്ല. വെൻ യു ഗീവ് എ താങ്ക്സ് ഓഫറിംഗ്, ചോര പൊടിഞ്ഞേക്കാം, പക്ഷേ ദൈവ മനുഷ്യരെ, ദൈവ നാമത്തെ, ദൈവ സഭയെ ഓർത്ത് ഈ ദിവസങ്ങളിൽ സാക്രിഫിഷ്യൽ ആയിട്ടുള്ള ചില ഓഫറിംഗ്, ഇറ്റ്സ് എ വർഷിപ്പ്. ചോര പൊടിക്കുന്നത് പോലെ ഇല്ലായ്മയിൽ നിന്ന് ഈ ദിവസങ്ങളിൽ കൈ തുറന്നാൽ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗം അത് ഓർക്കും കേട്ടോ. അവിടെ നോഹയുടെ ആ വർഷിപ്പ് ഒരു സാധാരണ വർഷിപ്പ് അല്ലായിരുന്നു. ഇറ്റ് വാസ് എ സാക്രിഫിഷ്യൽ ഓഫറിംഗ്. അതുകൊണ്ടാ തുടർന്ന് അടുത്ത വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അനുദപിക്കുന്നു, ഞാൻ ഇനി ഭൂമിയെ നശിപ്പിക്കയില്ല. ഒരു ദൈവ മനുഷ്യൻ സാക്രിഫിഷ്യൽ ആയിട്ട് വർഷിപ്പ് ചെയ്തപ്പോൾ, ഇന്ന് പകലിലും കോട്ടയത്ത് മഴ പെയ്തു, എറണാകുളത്ത് പെയ്തോന്ന് എനിക്കറിയില്ല, വിവിധ ഇടങ്ങളിൽ മഴയുണ്ട്. പക്ഷെ സ്വർഗം അന്ന് പറഞ്ഞൊരു വ്യവസ്ഥയുണ്ട്, ഞാൻ ഭൂമിയെ മുഴുവനും പ്രളയത്താൽ നശിപ്പിക്കയില്ല. ഒരുപക്ഷെ അവിടെവിടങ്ങളിലായി പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേ ഈ ഭൂമി പറയും, ഞാൻ പിടിച്ചു നിൽക്കുന്നത് ഒരു ഉടമ്പടിയിലാണ്. ഒരു ദൈവ മനുഷ്യൻ ആരാധിച്ചപ്പോൾ സ്വർഗം ചെയ്തൊരു ഉടമ്പടി, ഒരു മഴവില്ലിന്റെ ഉടമ്പടി. ഹല്ലേലൂയ. അവിടുത്തെ വരവ് വരെയും നിലനിൽക്കുന്ന ഒരു ഉടമ്പടി. ഹല്ലേലൂയ. അതിന്റെ പവർ ഒന്ന് നോക്കിക്കേ. ആ വർഷിപ്പ് ഒരു പവർഫുൾ വർഷിപ്പായി തീർന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ നോഹ പോലും വിചാരിച്ചില്ല തന്റെ വർഷിപ്പിനെ സ്വർഗം ഇങ്ങനെ ഓർക്കുമെന്ന്. യെസ്, ഇന്ന് പകലിൽ ആ ദൂത് പറഞ്ഞ് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. When you decide to worship him in spirit and truth, ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത തലമുറയിലും ഈ ഉടമ്പടി നിലനിൽക്കും. ഞാനത് അനുഭവിക്കുന്നു. എൻ്റെ മാതാപിതാക്കളോടുള്ള ആ ഉടമ്പടി ഞാൻ അനുഭവിക്കുന്നു. യെസ്, അങ്ങനെ സാക്ഷ്യം പറയുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ പകലിൽ എന്നെ കേൾക്കുന്നുണ്ട്. Your worship is powerful. When you have a relationship with God, the Spirit of the Lord will guide you to open all these areas of worship. നാം ഈ തീമിന്റെ ആദ്യ ഭാഗമേ സംസാരിച്ചിട്ടുള്ളൂ, the genealogy of worship. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു പടിപടിയായി കർത്താവ് നമ്മളെ ആ വർഷിപ്പ് റിഫോർമേഷനിലേക്ക് നയിക്കുകയാണ്. ഒരു നവീകരണം, ഒരു പുതുക്കം നമ്മുടെ സഭകളിൽ സംഭവിക്കട്ടെ, നമ്മുടെ ആരാധനകളിൽ സംഭവിക്കട്ടെ. അത് വിശ്വസിക്കുന്നവർ കരമൊന്നുയർത്തി കർത്താവിന് മഹത്വം കൊടുത്തെ. ഹല്ലേലൂയ. ദൈവ മനുഷ്യൻ പ്രാർത്ഥിക്കും. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥനയോടെ തന്നെ അല്പസമയം കൂടെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ കർത്താവ് തന്ന ഒരു പാട്ടിന്റെ വരി ഞാനൊന്ന് പാടി കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കിങ്ങനെ ഒന്ന് തീരുമാനിക്കാം, കർത്താവെ, ജീവനുള്ള ആരാധനയായി, വിശുദ്ധിയുള്ള ആരാധനയായി അവിടെ തന്നെ തീർക്കണമേ. മനസ്സെല്ലാം ഒന്ന് തുറന്നേ. Lord, help us to offer a living and holy sacrifice. യേശുവേ, കൃപ ചെയ്യണമേ. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, തിരുമുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രസാദിക്കുവാ, തിരുമുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രസാദിക്കുവാ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ
ഞാൻ മറഞ്ഞിടുന്നേ ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. അപ്പാ ഇതാ പ്രാർത്ഥന. എൻ ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമാക്കണേ, സൗരഭ്യമായി തീർത്തിടണേ. ദൈവം ഈ കേട്ട ദൈവശബ്ദത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു അങ്കിൾ. ദയവായിട്ട് പ്രാർത്ഥിച്ചാട്ടെ, കൺക്ലൂഡ് ചെയ്താട്ടെ. താങ്ക് യു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇത് ദൈവത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവിൽ എനിക്കൊരു പ്രേരണ ലഭിച്ചപ്പോൾ ഞാൻ ബ്ലെസൻ മാമിനെ വിളിച്ചു. ദൈവവചനം പഠിക്കുന്ന രീതിയിൽ ദൈവം നൽകിയ ആ പ്രേരണ കൊണ്ട് ഞാൻ ചോദിച്ചതാണ്, ഇങ്ങനെ ഒരു പഠനം ലഭിക്കുന്നെങ്കിൽ നല്ലതാണ്, തുടർമാനമായിട്ടൊരു ദൈവവചന പഠിപ്പിക്കൽ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു പ്രേരണയുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ആരാധന എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കാം. കാരണം ദൈവം വെളിപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ദൈവം എന്നെ ബോധ്യപ്പെടുത്തിയ, ദൈവം വെളിപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ ആരാധനയുള്ള ബന്ധത്തിലുണ്ട്. അത് തുടർമാനമായി പഠിപ്പിക്കാമെന്ന് ദൈവമുമ്പാകെ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുകയും ഒരുമിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാൻ അവസരമുണ്ടായി. അതിൻ്റെ ആരംഭ ക്ലാസ് എന്ന നിലയിലാണ് ഇന്ന് പകൽ നമുക്കിത് ലഭിച്ചു. ഇനിയും തുടർന്ന് ദൈവത്താൽ ഇതൊരു ആരംഭം ആണ്, തുടക്കമാണ്. ദൈവം അനുവദിച്ചാൽ തുടർന്നും ഈ പ്രത്യേക വിഷയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിനെ പഠിക്കാനുള്ള അവസരം ദൈവം തൻ്റെ ദാസനിലൂടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തരും. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ, വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ അത്ഭുതങ്ങളെ കാണുവാൻ, ആരാധനയുടെ വില എന്താണെന്നും ആരാധിക്കുന്നവൻ്റെ വില എന്താണെന്നും, ആരാധിക്കുന്നവൻ്റെ വില അതാണല്ലോ ഹാബേലിലും എൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. ആരാധിക്കുന്നവൻ്റെ വിലയാണ് ആരാധനയുടെ പ്രയോജനം. അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധമാണല്ലോ ആ വില എന്ന് ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ അറിയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ സേവിക്കുന്നു. ആ തലമുറ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അത് വിവിധ നിലകളിൽ തെളിച്ചാൽ ഇനി അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഒത്തിരി ശക്തമായ രീതിയിൽ താനത് വിശദമായി പറഞ്ഞു കഴിഞ്ഞു. നമുക്കിങ്ങനെ ഇതെല്ലാം തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. വീട്ടിലിരിക്കുന്നു, പാടാതിരിക്കാം, പ്രാർത്ഥിക്കാതിരിക്കാം, ആരാധിക്കാതിരിക്കാം, ഒരുങ്ങി വരാം, ഒരുങ്ങാതെ വരാം, എല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആർക്കും ആരെയും ഒന്നും ചെയ്യാനൊക്കത്തില്ല, ഒന്നും പറയാനൊക്കത്തില്ല. എന്നാൽ ഇതിൽ പ്രസാദിക്കുന്ന, ഇതിൻ്റെ വില അറിയുന്ന, വില കൊടുക്കുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നാം പ്രസാദിക്കേണ്ടത്. അതിനുവേണ്ടി വ്യക്തിപരമായി ഈ നാളുകളിൽ ഒരുങ്ങണം. കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം. യഹോവയ്ക്ക് കൊടുപ്പീൻ, എൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ എന്ന് പറയുന്ന വചനം പോലെ ഈ നാളുകളിൽ ഇതിൻ്റെ വില അറിഞ്ഞ് വില കൊടുക്കാനായിട്ട് ത്യാഗപരം. അതാണ് നോഗയ്ക്ക് ഒത്തിരി ആടും കാളയൊന്നും ഉണ്ടായിട്ടല്ല, പെട്ടത്തിൽ നിന്നിറങ്ങിയപ്പോൾ ഉള്ളതിനെ വലിയ വിലമതിക്കപ്പെട്ട രീതിയിൽ യാഗം കഴിച്ചതുപോലെ നമുക്കിനി എത്ര ദിവസം നമ്മുടെ ആയുസ് ഉണ്ടെന്ന് അറിയത്തില്ല. ഈ ഭൂമിയിൽ ഇനി എത്ര ദിവസം കൂടി ആരാധിക്കാൻ ഒക്കുമെന്ന് അറിയത്തില്ല. ലഭിച്ച അവസരങ്ങൾ തീരുന്ന ദിനങ്ങളാണോ എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെയെങ്കിൽ ലഭിച്ച അവസരങ്ങൾ വിശ്വസതയോടെ ഉള്ളിൽ നിന്ന് ദൈവത്തുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നുള്ള ഒരു ആരാധനയിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്ക് ബ്ലെസൻ മാമിനിക്ക് വേണ്ടി
ആ പ്രിയദാസനെയും തൻ്റെ കുടുംബത്തെയും ഓർത്തൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ മുഴങ്ങേണ്ട ശബ്ദമാണ്. വളരെ വിലയുള്ള കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി. ഈ കാലത്ത് എന്താണോ ആവശ്യമുള്ളത്, പ്രാർത്ഥനയിൽ വെളിപ്പെട്ട് കിട്ടിയ പ്രവചന ശബ്ദം പോലെ വെളിപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. പ്രവചനാത്മാവിൽ ഞാൻ ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ആളും കൂടെയാണ്. ഒത്തിരി ദൂതുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. താൻ പറഞ്ഞ അനേക ദൈവശബ്ദങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. ശുദ്ധമായ ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ ദാസനാണ്. ഞങ്ങളുടെ കുടുംബത്തോളം ബന്ധത്തിൽ, കുഞ്ഞുങ്ങളുടെ ബന്ധത്തിലൊക്കെ പറഞ്ഞ അനേക പ്രവചന ശബ്ദങ്ങൾ ഞങ്ങൾ അതിൻ്റെ കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും നിറവേറ്റപ്പെടുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ആ ദൈവദാസൻ്റെ നിലനിൽപ്പിന് വേണ്ടി, തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, തൻ്റെ ദൈവീ തലമുറ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ദാസൻ ബ്ലസ്സൻ മേമനെ, തൻ്റെ കുടുംബത്തെ, തൻ്റെ 2 കുഞ്ഞുങ്ങളെ ദൈവകരനിലേക്ക് ഏൽപ്പിച്ച് കർത്താവ് തൻ്റെ മക്കളെ കുടുംബമായി അനുഗ്രഹിക്കണമേ. ദൈവം കൊടുത്തിട്ടുള്ള എല്ലാ ദൈവിക ദർശനങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും താലന്തുകൾക്കും അത് ഈ ദൈവ രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടായി മാറുവാൻ, ദൈവത്താൽ താൻ സൂക്ഷിക്കപ്പെടുവാൻ, ദൈവത്താൽ താൻ മറയപ്പെടുവാൻ, ദൈവത്തിൻ്റെ മഹത്വത്തിനായി തന്നെ ദൈവം ഉപയോഗിക്കുവാൻ നിങ്ങളുടെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ബ്ലസ്സൻ മേമനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബത്തെ, തൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൊണ്ടുള്ള സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവദാസനുള്ള വ്യക്തിപരമായ എൻ്റെ പേരിലും സഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് തുടർന്നും ഈ ദൈവപഠനം ഞങ്ങൾക്ക് ലഭിക്കണം. ഞങ്ങൾ അതിനുള്ള ദിവസങ്ങൾ ക്രമീകരിക്കും. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഇന്നത്തെ ക്ലാസ് ഒത്തിരി അനുഗ്രഹമായിരുന്നു. ശരിക്കും ദൈവാത്മാവിൽ ഞങ്ങൾ ദൂത് പോലെ കേൾക്കുകയായിരുന്നു. ദൈവദാസനെ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. സ്വതന്ത്രം.